ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്ട്രക്ചറിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കും കൂടെയാണ് ഡാറ്റ സ്ട്രക്ചറിൽ. നിങ്ങൾ എവിടെയെങ്കിലും ഇൻ്റർവ്യൂവിനോ ടെക്നിക്കൽ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ സാധാരണ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് വാട്ട് എബൌട്ട് ദ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഞാൻ ഈ സി പ്രോഗ്രാമിങ്ങിനകത്ത് ഒരു പോയിൻറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. അത് നിങ്ങൾ പോയിൻറ്റേഴ്സ് പഠിച്ചിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നവർ ഇതിലെ ഈ പോയിൻറ്റേഴ്സിൻ്റെ പോർഷൻ സ്കിപ്പ് ചെയ്യുക, അല്ലാത്തവർ ഇത് മനസ്സിലാക്കുക. നമുക്കറിയാം സാധാരണ സിക്കകത്ത് വേരിയബിൾസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മളത് എന്ത് ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആ ടൈപ്പിലെ ഒരു വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് എ നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ. ഒരു സ്റ്റോറേജ് ലൊക്കേഷന് നമ്മൾ കൊടുക്കുന്ന ഒരു പേര് ആണ് വേരിയബിൾ. കാരണം നമ്മളൊരു ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ മെമ്മറിയിലാണ് വരുന്നത്. മെമ്മറിയിൽ എപ്പോഴും അഡ്രസ്സേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അഡ്രസ്സ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി കാരണം ആ അഡ്രസ്സിനൊരു നെയിം കൊടുക്കും. ആ നെയിമിന് പറയുന്ന പേരാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം വേരിയബിൾ ഈസ് എ നെയിംഡ് സ്റ്റോറേജ് ലൊക്കേഷൻ. വി ക്യാൻ സ്റ്റോർ ദ ഡാറ്റ ഇൻ ദ ലൊക്കേഷൻ വേർ ദ വേരിയബിൾ ഈസ് ഡിക്ലെയർഡ്. അപ്പോൾ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഒരു മെമ്മറി അഡ്രസ്സ് തരും. ആ അഡ്രസ്സിനകത്തോട്ട് നമ്മൾ എന്ത് ടൈപ്പിലെ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് ആ ടൈപ്പിലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ ടൈപ്പിലെ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ടൈപ്പിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഓരോ ടൈപ്പ് ഡാറ്റയ്ക്കും ഡിഫറെൻറ്റ് സൈസാണ് മെമ്മറി അലോക്കേഷൻ തരുന്നത്. നമുക്കറിയാം ക്യാരക്ടർ ടൈപ്പാണ് നമ്മൾ സി പ്രോഗ്രാമിങ് ഏറ്റവും ലോവസ്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ്. അതിന് 1 ബൈറ്റ് സൈസുള്ളൂ. ദെൻ ഷോർട്ട് 2 ബൈറ്റ്, ദെൻ ഇൻറ്റിജർ 4 ബൈറ്റ്, പിന്നെ അങ്ങോട്ടുള്ളത് എല്ലാം 8 ബൈറ്റാണ്, ഡബിൾ 8 ബൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയെ ബേസ് ചെയ്ത്, കാരണം അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റയുടെ ലെങ്തിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ക്യാരക്ടറിനകത്ത് 1 ബൈറ്റ് മതി. കാരണം ഒരു 255 ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഡാറ്റയും കമ്പ്യൂട്ടറിനകത്തുള്ള ആസ്കി ഡാറ്റ, അതിനെ നമ്മൾ ആസ്കി എന്നാണ് പറയുന്നത്, ഈ ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബൈറ്റ് മതി. 8 ബൈറ്റ് 2⁸, അതാണ് 256 -1 255 ഡാറ്റ ആണ് നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പോൾ 255 ക്യാരക്ടറേ ഉള്ളൂ നമ്മൾ ഈ കമ്പ്യൂട്ടറിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഡാറ്റയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 255. അപ്പോൾ 255 വരെയുള്ള ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബിറ്റ് മതി. അതായത് 2⁸ -1 അങ്ങനെ 255 വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം ക്യാരക്ടറാണ് നമ്മൾ സി പ്രോഗ്രാമിലെ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. അപ്പോൾ അതിൻ്റെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ 1 ബൈറ്റ് അല്ലെങ്കിൽ 8 ബിറ്റ് എന്ന് പറയും. ദെൻ ഒരു ഇൻറ്റിജറിന് 4 ബൈറ്റാണ്, അല്ലെങ്കിൽ 4 ബൈറ്റ് എന്ന് 8 × 4 32 ബിറ്റാണ് ഇൻറ്റിജർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെമ്മറി. അപ്പോൾ നമ്മളൊരു ഇൻറ്റിജർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൺസിക്യൂട്ടീവായിട്ടുള്ള 4 യൂസർ മെമ്മറി ഏരിയയിൽ കൺസിക്യൂട്ടീവായിട്ടുള്ള 4 ബൈറ്റ് ഓഫ് മെമ്മറി നമുക്ക് ആ വേരിയബിളിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ സി എന്നുള്ള വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യേണ്ട ക്യാരക്ടർ സി, അതിൻ്റെ മെമ്മറി എന്ന് പറഞ്ഞാൽ 1 ബൈറ്റാണ്. അതിൻ്റെ മെമ്മറി അഡ്രസ്സാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഞാൻ റൺ ചെയ്ത സമയത്തുള്ള അഡ്രസ്സാണ്. ഓരോ സമയവും ഇത് തന്നെ അല്ല വരുന്നത്, ഡിഫറെൻറ്റ് അഡ്രസ്സുകളാണ് വരുന്നത്. കാരണം യൂസർ മെമ്മറി ഏരിയയിൽ OS ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്പേസിലുള്ള ഒരു മെമ്മറി എടുത്തിട്ടാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് അഡ്രസ്സായിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും ഏത് അഡ്രസ്സ് വന്നു കഴിഞ്ഞാലും നമ്മൾ ആ അഡ്രസ്സിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ആ വേരിയബിളിൻ്റെ പേര്, ആ ലൊക്കേഷൻ്റെ പേര്, അഡ്രസ്സിൻ്റെ പേരാണ് സി. അതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്യാർ സി എന്ന് പറഞ്ഞാൽ സി ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ക്യാർ. അത് ക്യാരക്ടർ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിളാണ് സി. അങ്ങനെ ഒരു ഡിക്ലറേഷൻ നടക്കുമ്പോൾ ഒരു മെമ്മറി അലോക്കേഷൻ നടക്കും. ആ മെമ്മറി അലോക്കേഷന് ഒരു അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നൊരു പേരാണ് സി.
കാരണം നമുക്ക് ഒരിക്കലും അഡ്രസ്സ് വെച്ചിട്ട് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ വേരിയബിളിന് പേര് കൊടുക്കുന്നത്. ദെൻ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ബി. ഇവിടെ ക്യാരക്ടർ C=B എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ഡാറ്റയാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ബി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആസ്കി വാല്യൂ 98 ആണ് ബിയുടെ ആസ്കി വാല്യൂ. അപ്പോൾ അതുകൊണ്ടാണ് അത് 98 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ എ ആയിരുന്നുവെങ്കിൽ ഇവിടെ 97 ആയിരുന്നു വന്നത്, സി ആയിരുന്നെങ്കിൽ 99 ആയിരുന്നു വന്നത്. അങ്ങനെ ആസ്കി ക്യാരക്ടറിൻ്റെ ആസ്കി വാല്യൂ ആണ് നമ്മൾ ഈ വേരിയബിളിന് ഈ ക്യാരക്ടർ വേരിയബിളിനകത്ത് സ്റ്റോർ ആകുന്നത്. ദെൻ അടുത്തൊരു ഇൻറ്റിജർ i=285 എന്നുള്ളൊരു ഡിക്ലറേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ i ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഐയിൽ സ്റ്റോർ ചെയ്യുന്നത് ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് 4 ബൈറ്റുള്ള ഡാറ്റ വരെ നമുക്കതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതൊരു സൈൻഡാണ്, സൈൻ ബിറ്റ് ഉൾപ്പെടെ 4 ബൈറ്റുള്ള ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൺസിക്യൂട്ടീവ് 4 ബൈറ്റാണ് നമുക്കിവിടെ അലോക്കേഷൻ നടക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്രസ്സിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ എടുത്തതിന് EFC4. ഇവിടെ EFC3 ആയിരുന്നു. ദെൻ അതിൻ്റെ അടുത്ത ലൊക്കേഷൻ EFC4. ഈ 4 മെമ്മറി അഡ്രസ്സിൻ്റെ അവസാനത്തെ 4 ഡിജിറ്റ് എടുത്തു കഴിഞ്ഞാൽ EFC4 ആണ്. ബാക്കിയെല്ലാം കോമൺ ആണ് കിടക്കുന്നത്. അപ്പോൾ C4 കഴിഞ്ഞ് C4, C5, C6, C7 അങ്ങനെ 4 എണ്ണം. ആ 4 എണ്ണമാണ് നമുക്ക് i എന്ന് പറയുന്ന വേരിയബിളിന് അല്ലെങ്കിൽ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി സ്പേസ്. അത് 4 ബൈറ്റാണ്. അവിടെ ഞാൻ 285 എന്ന് പറഞ്ഞ ചെറിയൊരു വാല്യൂ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ അടുത്ത് ഒരു ഡബിൾ D=3.14 എന്ന് പറയുന്ന നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു ഡബിൾ വേരിയബിൾ D എന്ന് പറഞ്ഞ വേരിയബിളിനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് എന്ന് 8 ബൈറ്റാണ്. 8 ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ C7 കൊടുത്തു, കഴിഞ്ഞ് C8, C9, CA, CB, CC, CE, ദെൻ CF അങ്ങനെ 8 എണ്ണം. C8, C9, CA, CB, CC, CD, CE, CF അങ്ങനെ 8 എണ്ണം ആണ് നമ്മൾ ഇതിനകത്ത് 8 ബൈറ്റാണ് നമ്മൾ ഈ D എന്ന് പറയുന്ന വേരിയബിളിന് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്പേസ്. അതിൽ ഞാൻ 3.14 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് മെമ്മറി അലോക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ മെമ്മറി അലോക്കേഷനിൽ എപ്പോഴും നമ്മൾ D എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളൊരു സ്കാൻ ചെയ്യുന്ന സമയത്ത് അഡ്രസ് ഓഫ് ആംപർസാൻഡ് എന്ന് പറയുന്ന സിമ്പൽ ഇടും. ആംപർസാൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഡ്രസ് ഓപ്പറേറ്റർ. അഡ്രസ് ഓപ്പറേറ്റർ കൊടുക്കുന്ന വേരിയബിളിന് മുമ്പ് അഡ്രസ് ഓപ്പറേറ്റർ കൊടുക്കുന്ന ആ ലൊക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ് ഓപ്പറേറ്റർ കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അഡ്രസ് ഓഫ് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ് കിട്ടുന്നത്. അഡ്രസ് ഓഫ് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 എണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും ബേസ് വാല്യൂ ഫസ്റ്റ് വാല്യൂ ആണ് അഡ്രസ് ഓഫ് I എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുപോലെ അഡ്രസ് ഓഫ് D കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് EFC8 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അതിൽ നിന്നാണ് 8 ലൊക്കേഷൻ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പം മെമ്മറി അലൊക്കേഷൻ നടക്കുന്നത്. ദെൻ അടുത്ത് 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് *P1, *P2, *P3. ഈ സ്റ്റാർ ഒരു വേരിയബിളിന് മുന്നേ നമ്മൾ ഡിക്ലറേഷൻ്റെ കൂടെ സ്റ്റാർ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് ദാറ്റ് വേരിയബിൾ ഈസ് എ പോയിൻ്റർ ഓഫ് ടൈപ്പ്. അത് എന്ത് ടൈപ്പിലാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ആ ടൈപ്പിലെ ഡാറ്റയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പോയിൻ്റർ യൂസ് ചെയ്യുന്നത്. What is pointer? Pointer is nothing but it is a variable. It holds the address of another variable. The address means it's memory address. അപ്പോൾ പോയിൻ്ററും ഒരു വേരിയബിളാണ്. ആ വേരിയബിളിൻ്റെ സൈസ് 8 ബൈറ്റാണ്. അത് സ്റ്റോർ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വേരിയബിളിൻ്റെ അഡ്രസ്സാണ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് 8 ബൈറ്റ് ഡാറ്റ വേണം. അപ്പോൾ എല്ലാ പോയിൻ്ററിൻ്റെയും അത് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ടൈപ്പ് ഓഫ് പോയിൻ്റർ ദ സൈസ് ഓഫ് ദ പോയിൻ്റർ വിൽ ബി 8 ബൈറ്റ്. അത് നമ്മൾ ക്യാരക്ടർ ഇവിടെ P1 എന്ന് ഈസ് എ പോയിൻ്റർ ഓഫ് ടൈപ്പ് C. ബട്ട് P1 സ്റ്റോർ ചെയ്യുന്നത് ഒരു മെമ്മറി അഡ്രസ്സ് ആയതുകൊണ്ട് അതിന് 8 ബൈറ്റ് വേണം. P2 സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി അഡ്രസ്സാണ്, അതിന് 8 ബൈറ്റ് വേണം. P3 സ്റ്റോർ ചെയ്യുന്നത് 8 ബൈറ്റാണ്, അതിനും ഒരു മെമ്മറി അഡ്രസ്സ്.
മെമ്മറി അഡ്രസ്സാണ്, അതുകൊണ്ട് 8 ബൈറ്റ് വേണം. അപ്പോൾ ഇങ്ങനെ എല്ലാ പോയിൻറ്റേഴ്സിൻ്റെയും സൈസ് എന്ന് പറഞ്ഞാൽ 8 ബൈറ്റാണ്. കാരണം അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നത് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി അഡ്രസ്സാണ്. അത് ഏത് മെമ്മറി അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ അസൈൻ ചെയ്യുന്ന ഏത് വേരിയബിളാണോ ആ വേരിയബിളിൻ്റെ മെമ്മറി അഡ്രസ്സാണ് അതിനകത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ 4 P1 ക്യാരക്ടർ ടൈപ്പ്, P2 ഇൻറ്റിജർ ടൈപ്പ്, ദെൻ P3 ഡബിൾ ടൈപ്പ്, ഇങ്ങനെ 4 പോയിൻ്റർ വേരിയബിളുകളുടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്ന P1 അസൈൻസ് അഡ്രസ് ഓഫ് C. ദാറ്റ് മീൻസ് P1 ഈസ് സ്റ്റോറിങ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ C. അപ്പോൾ സിയുടെ അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് ദ അഡ്രസ് ഓഫ് C ആൻഡ് ദിസ് അഡ്രസ് ഈസ് ഹോൾഡിംഗ് ദ പോയിൻ്റർ P1. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ P1ൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സിയുടെ അഡ്രസ്സാണ്. ദെൻ സിമിലർലി P2 ഈസ് ഹോൾഡിംഗ് ദ അഡ്രസ് ഓഫ് ഐയുടെ I 4 ബൈറ്റാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ EFC4 ആണ്. EFC4 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസ് അഡ്രസ്സാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് അഡ്രസ്സ് അല്ലെങ്കിൽ ബേസ് അഡ്രസ്സ് എന്നാണ്. ആ ബേസ് അഡ്രസ്സാണ് ആ പോയിൻ്റിനകത്ത് ഇരിക്കുന്നത്. സിമിലർലി P3 ഈസ് ഹോൾഡിംഗ് ദ അഡ്രസ് ഓഫ് ഡിയുടെ ബേസ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ C8 ആണ്. C8 ആണ്. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് അഡ്രസ്സ് കൊണ്ടുവരുന്നത്. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പൈൽ ചെയ്യുമ്പോൾ അലോക്കേഷൻ എപ്പോഴും നടക്കുന്നത് നമ്മൾ ലോവസ്റ്റ് സൈസ് ഷോർട്ടസ്റ്റ് സൈസ് അല്ലെങ്കിൽ ലോവസ്റ്റ് സൈസ് അല്ലെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് സൈസുള്ള വേരിയബിളിൻ്റെ അലോക്കേഷനാണ് ആദ്യം നടക്കുന്നത്. അവിടെ നിന്ന് ഹയ്യസ്റ്റിലേക്ക് പോകും. മനസ്സിലായില്ലേ? സ്മോളസ്റ്റിൽ നിന്ന് ഹയ്യസ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആദ്യ അലോക്കേഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ FCE നമ്മളിവിടെ രണ്ടാമത്തെ ലൈനിലാണ് ഇത് ഡിക്ലെയർ ചെയ്തെങ്കിലും കമ്പൈൽ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ടോപ്പ് ഡൗൺ ആണ് ഡിക്ലെയർ ചെയ്തെങ്കിലും അലോക്കേഷൻ നടക്കുന്നത് രണ്ടാമത്തെ ലൈനിൽ കിടക്കുന്ന ഷോർട്ടസ്റ്റ് വേരിയബിളായ ക്യാരക്ടറിൻ്റെ സിയുടെ അലോക്കേഷനാണ് നടക്കുന്നത്. ഈ അലോക്കേഷൻ മെത്തേഡൊക്കെ നിങ്ങൾ കമ്പൈലറിൻ്റെ ഡിഫറൻറ്റ് സ്റ്റെപ്സ് ഉണ്ട്. അത് നിങ്ങൾ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. ആ അലോക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ അവിടെ പഠിക്കും. അപ്പോൾ ഇവിടെ അലോക്കേഷൻ നടക്കുന്നത് എപ്പോഴും ഷോർട്ടസ്റ്റ് വേരിയബിളിലെ അലോക്കേഷനാണ് ആദ്യം നടക്കുന്നത്. ദെൻ അടുത്ത ഷോർട്ടസ്റ്റ് I ആണ്, അതാണ് രണ്ടാമത് നടക്കുന്നത്. ദെൻ മൂന്നാമത് D. ദെൻ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയിൻ്റർ ആയതുകൊണ്ട് അതിനെല്ലാം ഒരേ സൈസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് P3 ഫസ്റ്റ് ലൈനിൽ കിടക്കുന്ന P3 ആദ്യ അലോക്കേഷൻ നടക്കും. കണ്ടില്ലേ? CF കഴിഞ്ഞാൽ അടുത്ത D0 ആണ്. D0 മുതൽ D7 വരെ P3, ദെൻ D8 മുതൽ DF വരെ P1. കാരണം സെക്കൻഡ് P1 ആണ് നടക്കുന്നത്. ലാസ്റ്റിലാണ് P2. അപ്പോൾ P2ൻ്റെ അലോക്കേഷൻ ഏറ്റവും ലാസ്റ്റിലേ നടക്കുള്ളൂ. കാരണം ഇതിനെല്ലാം സെയിം സൈസ് ആയത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ അലോക്കേഷൻ നടക്കുന്നു. ദെൻ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യണമെന്നുള്ള ഓരോ വേരിയബിളിൻ്റെ അഡ്രസ്സ് സൈസും ദെൻ അതിൻ്റെ അഡ്രസ്സുമാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കഴിഞ്ഞാൽ %d സൈസ് ഓഫ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ സൈസ് ഓഫ് ഈസ് ആൻ ഓപ്പറേറ്റർ, നോട്ട് എ ഫങ്ഷൻ. സൈസ് ഓഫ് ഈസ് ആൻ ഓപ്പറേറ്റർ വിച്ച് പാസസ് ദ പാരാമീറ്റർ ഓഫ് വേരിയബിൾ ഓർ ഡാറ്റ ഓർ ടൈപ്പ്. ഇവിടെ നമ്മൾ സൈസ് ഓഫിനകത്ത് ഒന്നിലൊരു ടൈപ്പ് പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ പാസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡാറ്റ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസാണ് അത് പ്രിൻ്റ് ചെയ്ത് വരുന്നത്. മനസ്സിലായി? കമ്പൈലർ അത് എത്ര സൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്ന ഇൻഫർമേഷനാണ് അത് പ്രിൻ്റ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ലൈനിൽ വരുന്ന അഡ്രസ്സാണ്. അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോർമാറ്റ് സ്ട്രിംഗ് %p ആണ് കൊടുക്കുന്നത്. അപ്പോൾ P കൊടുത്തു കഴിഞ്ഞാൽ സിയുടെ അഡ്രസ്സ് വരും. ദെൻ P1ൻ്റെ അഡ്രസ്സ് വരും. സിയുടെ അഡ്രസ്സ് C0. P1ൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ പോയിൻ്റർ P1ൻ്റെ അഡ്രസ്സിന് FD8. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ ഓരോ പോയിൻ്ററിൻ്റെയും ഓരോ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അഡ്രസ് ഓഫ് ഓപ്പറേറ്ററാണ് കൊടുക്കുന്നത്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ. മനസ്സിലായില്ലേ? ഈ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സിനകത്ത് ആ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അഡ്രസ് ഓഫ് സിയും അഡ്രസ് ഓഫ് സിയും P1ഉം പ്രിൻ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സെയിം വാല്യൂ ആയി വരുന്നത്. കാരണം P1 ഹോൾഡ്സ് ദ വാല്യൂ ഇത് ദ അഡ്രസ് ഓഫ് C, ബട്ട് ദ അഡ്രസ് ഓഫ് P1 ഈസ് ദിസ്. മനസ്സിലായോ? വാല്യൂ ഓഫ് P1 ഈസ് ദ അഡ്രസ് ഓഫ് C. മനസ്സിലായത്? ഈ വാല്യൂ ആണ് അതിൻ്റെ വാല്യൂ. പക്ഷേ P1ൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബേസ് അഡ്രസ്സ്. അപ്പോൾ അഡ്രസ് ഓഫ് P1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് ചെയ്യും, വാല്യൂ ഓഫ് P1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രിൻ്റ് ചെയ്യും. ഇത് ആരുടെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ സിയുടെ അഡ്രസ്സ്. അത് സിയുടെ അഡ്രസ്സും P1ൻ്റെ വാല്യൂ സെയിം ആണ്.
അവിടെ നമ്മൾ പെർസെൻറ്റേജ് പി കഴിഞ്ഞിട്ട് നമ്മൾ അഡ്രസ് ഓഫ് സി കോമ P1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും ഒരേ വാല്യൂ വരും. ഇവിടെ അഡ്രസ് ഓഫ് P1 കൊടുത്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഈ വാല്യൂ വരുന്നത്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ ഈ 3 വേരിയബിളിൻ്റെയും 3 പോയിൻറ്റേഴ്സിൻ്റെയും അഡ്രസ്സാണ് ഈ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പോയിൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോയിൻ്റർ കൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് ലിങ്ക്ഡ് ലിസ്റ്റും ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ് ട്രീ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മുടെ ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോയിൻ്റർ യു ഹാവ് ടു ബി വെൽ അവെയർ ആയിരിക്കണം. ദെൻ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റിലേക്ക് കിടക്കാം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് ആൻഡ് ഡബിളി ലിങ്ക്ഡ് ലിസ്റ്റ്. ഈ വീഡിയോയിൽ ഞാൻ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. രണ്ടും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്തി ആയിപ്പോകും. അതുകൊണ്ട് ഞാൻ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്? അപ്പോൾ നമുക്കറിയാം വാട്ട് ഈസ് അറേ. അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസിക്യൂട്ടീവ് മെമ്മറി ലൊക്കേഷൻസ് എടുത്തിട്ട് ആ ലൊക്കേഷൻസ് നമുക്ക് ഓരോ ഇൻഡെക്സ് ലൊക്കേഷൻ വെച്ചിട്ട് വാല്യൂ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാനും യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് നമ്മൾ അറേ. അതും അറേ ഈസ് ആൾസോ എ ഡാറ്റ സ്ട്രക്ചർ. ഒരു ഡാറ്റ സ്ട്രക്ചർ തന്നെയാണ് അറേ എന്ന് പറയുന്നത്. അത് നോർമൽ അറേ. അപ്പോൾ ഈ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10 ലൊക്കേഷനിലുള്ള ഒരു അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് OS വിൽ അലോക്കേറ്റ് 10 ലൊക്കേഷൻസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ദ ഡാറ്റ. നമ്മൾ ഇൻറ്റിജർ അറേ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ 10 × 4 അത്രയും ബൈറ്റ്സ് ഓഫ് മെമ്മറിയാണ് നമുക്ക് ലൊക്കേഷൻ ചെയ്യുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എ ക്യാരക്ടർ അറേ വിത്ത് ലൊക്കേഷൻ 10 then it will allocate only 10 bytes because one character will hold 1 byte. അപ്പോൾ ഓരോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഡാറ്റ ടൈപ്പ് the array size of the array will be varied. അപ്പോൾ നമ്മൾ വാട്ട് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് ലിങ്ക്ഡ് ലിസ്റ്റ്? അറേ നമുക്കറിയാം ഓരോ ലൊക്കേഷനും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അതിന് ഒരു ഇൻഡെക്സ് വാല്യൂ ഉണ്ട്. സി പ്രോഗ്രാമിങ്ങിൽ അറേയുടെ ഇൻഡെക്സ് വാല്യൂ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ്. എൻഡ് ചെയ്യുന്നത് അതിൻ്റെ സൈസ് ഓഫ് ദ അറേ -1-ലായിരിക്കും ഇൻഡെക്സ് വാല്യൂ എൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ 10 ലൊക്കേഷനിലൊരു 10 ലൊക്കേഷൻസ് ഉള്ള ഒരു അറേ ആണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇൻഡെക്സ് വാല്യൂ വിൽ സ്റ്റാർട്ട് ഫ്രം 0 to end it will end at the location 9. മനസ്സിലായില്ല? അപ്പോൾ 0 to 9 ഇടയിൽ 10 ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസിനകത്താണ് നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്. ബട്ട് ദ ലിങ്ക്ഡ് ലിസ്റ്റ് ഈസ് സം ഡിഫറൻസ് ഇൻ അറേ. സോ വാട്ട് ഈസ് ലിങ്ക്ഡ് ലിസ്റ്റ്? ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ പല വേരിയബിൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നു. ഈ വേരിയബിളെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ ചെയിൻ ലൈക്ക് ട്രെയിൻ. നമുക്കറിയാം ട്രെയിൻ എന്ന് പറഞ്ഞാൽ പല ബോഗികൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടിരിക്കുന്നതാണ്. ആ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ ചെയിൻ ഓർ ട്രെയിൻ. അപ്പോൾ ഇങ്ങനെ ഒരു ട്രെയിൻ എങ്ങനെ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ചെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതുപോലെ നമുക്ക് വേരിയബിളിനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റിയാൽ ദാറ്റ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ഈസ് നോൺ ആസ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇതിന് ഒരു പ്രീ ഡിഫൈൻഡ് ഫോർമാറ്റ് ഉണ്ട്. എങ്ങനെയാണ് നമുക്കിങ്ങനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഡാറ്റയും വേറൊരു ഡാറ്റയും തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ ദർ ഷുഡ് ഹാവ് എ കണക്റ്റിംഗ് മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ഡാറ്റയെ മറ്റൊരു ഡാറ്റയായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഏത് ഡാറ്റയാണോ കണക്ട് ചെയ്യേണ്ടത് ആ കണക്ട് ചെയ്യേണ്ട ഡാറ്റയുടെ ഒരു ഇൻഫർമേഷൻ ആദ്യത്തെ ഡാറ്റ അല്ലെങ്കിൽ ആ വേരിയബിളിന് ഉണ്ടായിരിക്കണം. ഒരു 2 വേരിയബിൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ സപ്പോസ് ഐ വാണ്ട് ടു കണക്ട് എ സെക്കൻഡ് വേരിയബിൾ സപ്പോസ് ബി ടു ദ ഫസ്റ്റ് വേരിയബിൾ സപ്പോസ് എ. സോ if I want to establish a connection in between A and B, there should have an information in A about B. അപ്പോൾ അതെന്ത് ഇൻഫർമേഷനാണ് എ ഹോൾഡ് ചെയ്യണത്? ആ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബി എന്നുള്ള വേരിയബിൾ അല്ലെങ്കിൽ ആ ഒരു ഡാറ്റയുടെ അഡ്രസ്സ് എ എന്നുള്ള വേരിയബിൾ ഉണ്ടായിരിക്കണം. എങ്കിൽ എയും ബിയും തമ്മിൽ കണക്റ്റഡ് ആണ്. That technology is adopting to form the linked list. അപ്പോൾ ഇതെന്ത് ടെക്നോളജിയാണ്? നിങ്ങൾക്ക് സ്ട്രക്ചർ നന്നായിട്ട് അറിയായിരിക്കും. സ്ട്രക്ചർ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രക്ചർ ആൻഡ് അറേ
is that the structure contains the different data types in a single ലൊക്കേഷൻ. ഒരു ലൊക്കേഷനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ്, അറേ എന്ന് പറഞ്ഞാൽ സെയിം ടൈപ്പിലെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസാണ് അറേയിൽ. ബട്ട് ഇൻ സ്ട്രക്ചർ ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ഡിഫറെൻറ്റ് ലൊക്കേഷൻസാണ് സ്ട്രക്ചർ അറേ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിനകത്ത് തന്നെ പല ടൈപ്പിലുള്ള ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പക്ഷേ അറേയിൽ ഒരു ടൈപ്പിലുള്ള ഡാറ്റ മാത്രമേ ഒരു അറേയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. നമ്മളിവിടെ ഞാൻ പറഞ്ഞു, വേറൊരു ലൊക്കേഷനിലിരിക്കുന്ന ഡാറ്റയും പിന്നൊരു ഡാറ്റയും ലൊക്കേഷനും തമ്മിൽ കണക്റ്റഡ് ആവണമെങ്കിൽ ഏത് ലൊക്കേഷനാണോ ആദ്യത്തെ ലൊക്കേഷന് വേണ്ടി കണക്ട് ചെയ്യേണ്ടത്, ആ ലൊക്കേഷൻ്റെ ഏത് ലൊക്കേഷനാണോ കണക്ട് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഫസ്റ്റ് ലൊക്കേഷൻ്റെ ഉണ്ടായിരിക്കുമെങ്കിൽ we have to say that there is a connection in between the first location, our first variable, and the second variable. That is the technology. അതിന് വേണ്ടിയിട്ട് അപ്പം നമുക്കറിയാം ഫസ്റ്റിൽ തമ്മിൽ ഇതിനകത്തൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന മെത്തേഡ് ഒരു സ്ട്രക്ചർ വഴിയാണ്. ദാറ്റ് സ്ട്രക്ചർ ഈസ് നോൺ as സെൽഫ് റഫറൻസ് സ്ട്രക്ചർ എന്ന് പറയും. ഒരു സ്ട്രക്ചറിനകത്ത് ആ സ്ട്രക്ചറിനെ തന്നെ റെഫർ ചെയ്യുന്നെങ്കിൽ ദാറ്റ് മീൻസ് ഒരു സ്ട്രക്ചറിനകത്ത് അതേ ടൈപ്പിലൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ടെങ്കിൽ, ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ, അതിനെയാണ് നമ്മൾ സെൽഫ് റഫറൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന ഈ ടൈപ്പ് ഡഫ് അവിടെ ഇരിക്കട്ടെ, സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സ്ട്രക്ട് ദെൻ ടാഗ് നെയിം. ദ കീവേഡ് ഈസ് സ്ട്രക്ട്, ദെൻ ഒരു ടാഗ് നെയിം കൊടുക്കുന്നു, ദെൻ അതിനകത്ത് സ്ട്രക്ചർ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ സെമി കോളൻ ഇടും. എന്നിട്ട് സ്ട്രക്ട് ടാഗ് നെയിം എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് സ്ട്രക്ട് ടാഗ് നെയിം. ഈ ടാഗ് നെയിം ഈസ് ദ നെയിം ഓഫ് ദ സ്ട്രക്ചർ. കാരണം നമ്മൾ ഈ ടാഗ് നെയിം വെച്ചിട്ടാണ് സ്ട്രക്ചറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ട്രക്ചർ. അത് നിങ്ങൾക്ക് സി പ്രോഗ്രാം എഴുതുന്നവർക്ക്, പഠിച്ചവർക്ക് നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ സ്ട്രക്ചറിനകത്ത് വിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു പാർട്ടിൻ്റെ ഡാറ്റ, ഈ പാർട്ടിനെ നമ്മൾ പറയുന്ന പേര് നോഡെന്നാണ്. ഇത് അനദർ നോഡ്, ദിസ് ഈസ് അനദർ നോഡ്, ഇങ്ങനെ കിടക്കുന്നത്. ഇങ്ങനെ പല നോഡുകൾ, നമ്മൾ ഈ ട്രെയിനിൻ്റെ ഒരു ബോഗി എന്ന് പറയും പോലെ ഇതിന് നോഡെന്നാണ് പറയുന്നത്. ഓരോ നോഡിനെയാണ്, ഈ നോഡിനെ തമ്മിലാണ് കണക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഒരു നോഡിൽ എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുന്നത്? എ നോഡ് കണ്ടെയ്ൻ മിനിമം ആൻ അഡ്രസ് ഓഫ് അനദർ നോഡ്. ഒരു നോഡിനകത്ത് മറ്റൊരു നോഡിൻ്റെ മിനിമം ഒരു അഡ്രസ്സെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അതിൽ കൂടുതൽ എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. മിനിമം ഒരു ഡാറ്റ രണ്ട് നോഡ് തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ മിനിമം ഒരു അഡ്രസ്സെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള, അത് ഏതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നോഡിൻ്റെ ടൈപ്പിൽ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. സ്ട്രക്ചറിനകത്തിരിക്കുന്ന ഓരോ ഡാറ്റ ടൈപ്പിനെ നമ്മൾ ഫീൽഡ് എന്നാണ് പറയുന്നത്. ഒരു ഫീൽഡ് അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പം അഡ്രസ്സ് സ്റ്റോർ ചെയ്യണമെങ്കിൽ ദാറ്റ് ഷുഡ് ബി എ പോയിൻ്റർ. അതൊരു പോയിൻ്റർ ടൈപ്പിലൊരു വേരിയബിൾ, ഒരു ഫീൽഡ് ആയിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ നോഡിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ഡഫ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമായിരിക്കും, സി പഠിച്ചവരാണ്. ഇതിന് ഞാനൊരു ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നതാണ് ടൈപ്പ് ഡഫ്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ എല്ലാം അതിൻ്റെ കൂടെ സ്ട്രക്ട് എന്നാണ് കീവേഡ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ സ്ട്രക്ട്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ടൈപ്പ് ഡഫ് വെച്ചിട്ട് നമ്മളെല്ലാം ഡബിൾ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്ന ഡബിൾ എന്ന് എഴുതിയാലേ ഡബിൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനതിനെ കട്ട് ഷോട്ട് ചെയ്ത് DOU ഡൗ എന്ന് എഴുതണമെങ്കിൽ ഞാൻ ടൈപ്പ് ഡഫ് ഡൗ എന്നെഴുതി കഴിഞ്ഞാൽ ഐ ക്യാൻ റെപ്രസെൻറ്റ് ദ ഡബിൾ ആസ് എ കീവേഡ് ആസ് ദ വേർഡ് സിമ്പിൾ അക്രോണിം DOU ഓർ എനി നെയിം. നമുക്ക് എന്ത് കട്ട് ഷോട്ടിൽ വേണമെങ്കിലും ആ വലിയ ഡാറ്റയെ നമുക്ക് ഷോർട്ട് ചെയ്ത് എഴുതാൻ പറ്റും. അതുപോലെ ഈ സ്ട്രക്ട് ടാഗ് നെയിമിനെ ഷോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അതിൻ്റെ പേരങ്ങ് ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ടൈപ്പ് ഡഫ് എന്ന് പറയുന്ന
കീവേഡ് യൂസ് ചെയ്യുന്നത്. അത് ദാറ്റ് മീൻസ് ഈ ടൈപ്പിന് ഞാൻ പിന്നൊരു പേര് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുമെന്നാണ് എൻ്റെ മീനിങ്. ഇവിടെ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ ഓപ്പണിംഗ് ബ്രേസ് മുതൽ ക്രോസിംഗ് ബ്രേസിനകത്തുള്ള ഈ കംപ്ലീറ്റ് ഇൻഫർമേഷനെ ഞാൻ വേറൊരു പേര് വെച്ച് റെപ്രസെൻ്റ് ചെയ്യും. ദാറ്റ് ഈസ് ടൈപ്പ് ഡഫ്. മനസ്സിലായില്ലേ? ആ റെപ്രസെൻ്റ് ചെയ്യുന്ന പേരാണ് ടൈപ്പ് ഡഫ് ഏലിയാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ടൈപ്പ് ഡഫ് പറഞ്ഞു. ദെൻ സ്ട്രക്റ്റ് ടാഗ് നെയിം പറയുന്നു. ടാഗ് നെയിം ഈസ് എ മാൻഡേറ്ററി നെയിം. അവിടെ നമ്മൾ എന്തെങ്കിലും എഴുതണം. ദെൻ ഈ ഏലിയാസ് നെയിം ഈസ് ആൾസോ എ മാൻഡേറ്ററി. അപ്പോൾ ഇവിടെ ഈ സ്ട്രക്റ്റ് നെയിം ഇവിടെ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ് പേര് നെയിം ഈ പേര് വെച്ച് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഫീൽഡ്സ് ഏതൊക്കെയെന്ന് ഒരു ഡാറ്റ ടൈപ്പ്. അത് വേണമെന്നില്ല, മാൻഡേറ്ററി അല്ല, ഇറ്റ് ഈസ് ഓപ്ഷണൽ. ഡാറ്റ ടൈപ്പ് ദെൻ ഡാറ്റ നെയിം. ഡാറ്റ ടൈപ്പ് മീൻസ് ഡിഫോൾട്ട് ഡാറ്റ ടൈപ്പ് ഓർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ വാട്ട് എവർ ഇറ്റ് മെയിൻ. അപ്പോൾ ഇങ്ങനൊരു ഡാറ്റ ടൈപ്പ് വേണമെങ്കിൽ വയ്ക്കാം. ദെൻ അതിനൊരു ഫീൽഡിന് നെയിമും കൊടുക്കാം. ഒന്ന്. ദെൻ സെക്കൻഡ്, ഇറ്റ് ഈസ് മാൻഡേറ്ററി. ഫോർ എ ലിങ്ക്ഡ് ലിസ്റ്റ് ഇറ്റ് ഈസ് മാൻഡേറ്ററി. അതാണ് സെൽഫ് റെഫറൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രക്റ്റ്, ഇവിടെ നമ്മൾ എന്ത് ടാഗ് നെയിം കൊടുക്കുന്ന ആ ടാഗ് നെയിം. ദെൻ ഒരു പോയിൻ്റർ. ദാറ്റ് മീൻസ് ദിസ് പോയിൻ്റർ പോയിൻറ്റ്സ് ദ അഡ്രസ് ഓഫ് ദ വേരിയബിൾ വിച്ച് ഈസ് ഡിഫൈൻഡ് ഇൻ ടൈപ്പ് ഡഫ്. ഈ ടൈപ്പ് ഡഫ് എന്ന് പറയുന്ന ഏലിയാസ് വെച്ച് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് വേരിയബിളിൻ്റെ അഡ്രസ്സ് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു പോയിൻ്റർ മസ്റ്റായിട്ടും ലിങ്ക്ഡ് ലിസ്റ്റിന് ഉണ്ടായിരിക്കണം. ദിസ് ഈസ് ദ ഓൺലി വൺ കണ്ടീഷൻ ടു ഫോം ദ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇങ്ങനൊരു അഡ്രസ്സ് വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന ഒരു നോഡ് ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ ഇതാണ് നമ്മൾ നോഡിൻ്റെ ഈ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു നോഡിൻ്റെ ഡെഫിനിഷൻ. മനസ്സിലായല്ലോ? ഇനി ഹൗ ടു ക്രിയേറ്റ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. ഇവിടെ ഞാൻ ടൈപ്പ് ഡഫ് സ്ട്രക്റ്റ് ലിങ്ക്. ഈ സ്ട്രക്റ്റ് ലിങ്ക് എന്ന് പറയുന്നതാണ്. സ്ട്രക്റ്റ് ഈസ് എ കീവേഡ്, ലിങ്ക് ഈസ് എ ടാഗ് നെയിം. ഇത് ഞാൻ ചുമ്മാ നമുക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന അതേ കണ്ടീഷൻ ആയിരിക്കണമെന്നേ പറയുള്ളൂ. വേരിയബിളിൻ്റെ നെയിമും ടാഗ് നെയിമും സെയിം റൂളിൽ ഫോളോ ചെയ്യുന്നൊരു പേര് ഞാൻ വെറുതെ ലിങ്ക് എന്ന് കൊടുത്തേ ഉള്ളൂ. ദെൻ അതിനകത്ത് ഞാൻ ഒറ്റ പോയിൻ്ററെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളൂ. സ്ട്രക്റ്റ് ലിങ്ക് ഈ സെയിം ടാഗിൻ്റെ ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു. മനസ്സിലായി? ഇനി ഈ ടൈപ്പ് ഡഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ ക്ലോസ് ചെയ്തു. ദെൻ അതിന് കൊടുക്കുന്ന പുതിയ പേര് നോഡ്. മനസ്സിലായില്ലേ? ഈ സ്ട്രക്റ്റ് ലിങ്ക് ഓപ്പൺ പ്രൈസ് പോലെ ഇതുവരെയുള്ള ഈ ഫുൾ ഇൻഫർമേഷനും കൊടുത്തിരിക്കുന്നൊരു പേരാണ് നോഡ്. അപ്പോൾ എനിക്ക് ഈ നോഡ് ടൈപ്പിൽ ഇനി ഏത് വേരിയബിളും ഡിക്ലെയർ ചെയ്യാൻ പറ്റും. അതാണ് ടൈപ്പ് ഡഫ് എന്ന്. അപ്പോൾ ഇതൊരു നോഡായിട്ട് ഡിക്ലെയർ ചെയ്തു. ഈ നോഡിനകത്ത് ഒറ്റ ഇൻഫർമേഷനേ ഉള്ളൂ. സെയിം ഡാറ്റ ടൈപ്പിൻ്റെ ഒരു അഡ്രസ്സായിരിക്കും അത് പോയിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇനി ഞാൻ നോഡ് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന നോഡിൻ്റെ 3 പോയിൻ്റർ ഡിക്ലെയർ ചെയ്ത് N1, N2, N3. ദീസ് ആർ ദ പോയിൻറ്റേഴ്സ് ബിക്കോസ് ദ ഇനിഷ്യൽ ക്യാരക്ടർ ഈസ് സ്റ്റാർ. ദാറ്റ് മീൻസ് N1 ഈസ് എ പോയിൻ്റർ ഓഫ് ടൈപ്പ് നോഡ്. നോഡ് എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ N2 ഈസ് ആൾസോ എ പോയിൻ്റർ ഓഫ് ടൈപ്പ് നോഡ്. N3 ഈസ് ആൾസോ എ പോയിൻ്റർ ഓഫ് ടൈപ്പ് നോഡ്. So N1, N2, N3 are holding the address of data type node. ഓക്കെ. ഇനി N1. ഈ N1 എന്ന് പറയുന്ന വേരിയബിൾ നോഡിന് ഇതൊരു പോയിൻ്ററാണ്. ആ പോയിൻ്റർ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിനകത്തൊന്നും കാണത്തില്ല, നള്ളായിരിക്കും. അതിനകത്ത് ഒരു അലോക്കേഷനും നടത്തില്ല. പോയിൻ്ററിന് എപ്പോഴും ഒരു അലോക്കേഷൻ വേണം, മെമ്മറി അലോക്കേഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ അഡ്രസ്. അപ്പം നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്താൽ അതിനകത്തൊന്നും കാണത്തില്ല. അത് അലോക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ലൈബ്രറി ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്, malloc. അത് നമ്മൾ stdlib.h എന്ന് പറയുന്ന ഹെഡറിനകത്ത് കിടക്കുന്ന malloc നമ്മൾ കൊടുക്കുന്നത് എത്ര സൈസ് ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഞാൻ N1 ഒരു നോഡാണ്, അതൊരു ഇൻഡിപെൻഡൻറ്റ് നോഡാണ്. ആ നോഡിന് അത് നോഡ് സൈസിലുള്ള ഒരു ഡാറ്റ ടൈപ്പിൻ്റെ സൈസാണ് അലോക്കേഷൻ നടക്കുന്നത്. അപ്പം malloc സൈസ് ഓഫ് നോഡ്, സൈസ് ഓഫ് ഈസ് ആൻ ഓപ്പറേറ്റർ. ദെൻ അവിടെ നമ്മൾ ഏത് ടൈപ്പാണെന്നുള്ള പറയുമ്പോൾ ആ സൈസ് ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യും. മെമ്മറി അലോക്കേറ്റ് ചെയ്ത് ദിസ് ഈസ് എ കാസ്റ്റിംഗ് മെത്തേഡ്. ആ കാസ്റ്റ് ചെയ്ത് ഇതിനകത്ത് നോഡ് സ്റ്റാറിലേക്ക് കാസ്റ്റ് ചെയ്ത് അത് നേരെ N1 എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു.
അപ്പോൾ ഒരു മെമ്മറി അലോക്കേഷൻ നടക്കും. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ നോഡിൻ്റെ സൈസാണ്. അത് നോർമലി 8 ബൈറ്റാണ്. കാരണം ഒരു പോയിൻ്ററേ ഉള്ളൂ. 8 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യുന്നു. അതിന് N1 അസൈൻ ചെയ്യുന്നു. സിമിലർലി N2 ആൻഡ് N3 ആർ ദ നോഡ്സ് ഓഫ് ടൈപ്പ് നോഡ്. അങ്ങനെ തന്നെ 3 വേരിയബിളിന് 3 അലോക്കേഷൻ നടക്കും. 3 ഡിഫറെൻ്റ് അഡ്രസ്സ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും അത് പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ദെൻ ഇതിനകത്ത് ഈ N1 ലിങ്ക് നെക്സ്റ്റ് എന്നുള്ളൊരു ഫീൽഡുണ്ട്. കണ്ടല്ലോ, ലിങ്ക് നെക്സ്റ്റ്. അപ്പോൾ ഈ സ്ട്രക്ചറിനകത്തിരിക്കുന്ന ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ്. വൺ ഈസ് ഡോട്ട്, അനദർ ഈസ് ആരോ. If it is a normal variable, we can access the fields of the variable, the structure variable, using the dot operator. If the variable is a pointer, we can access the fields of the pointer with the arrow operator. ഇതാണ് എവിടെയാണ് ഡോട്ടും എവിടെയാണ് ആരോയും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ വേരിയബിൾ ഒരു നോർമൽ വേരിയബിളായിട്ടാണ്, സ്ട്രക്ചർ ടൈപ്പിൽ ഒരു നോർമൽ വേരിയബിളായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അതിന് സ്ട്രക്ചറിനകത്തുള്ള ഫീൽഡ് ആക്സസ് ചെയ്യാൻ വേണ്ടി ആ സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് ഫീൽഡ് നെയിം കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ഇനി അതൊരു വേരിയബിൾ, അതൊരു പോയിൻ്റർ ആണെങ്കിൽ അതിനകത്തുള്ള ഫീൽഡ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആരോ ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ N1 ആരോ ലിങ്ക് നെക്സ്റ്റ്, N2 arrow link next, N3 arrow link next, because N1, N2, N3 are the different nodes. അത് ഡിഫറെൻറ്റ് നോട്ട്സാണ്, ഡിഫറെൻറ്റ് ലൊക്കേഷൻസിനകത്താണ് കിടക്കുന്നത്. ആ ലൊക്കേഷൻസിനകത്തെല്ലാം ഇങ്ങനൊരു ഫീൽഡുണ്ട്, ലിങ്ക് നെക്സ്റ്റ് എന്നൊരു ഫീൽഡുണ്ട്. ആ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന പോയിൻ്ററാണ്. ആ പോയിൻ്ററിനകത്ത് ഇരിക്കുന്ന അഡ്രസ്സ് ഞാൻ അങ്ങ് നള്ളാക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ടും പോയിൻ്റ് ചെയ്യുന്നില്ല. മനസ്സിലായോ? നള്ളാക്കി വെച്ചേക്ക്. ഇനി ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ P1, P2, P3യുടെ മെമ്മറി അഡ്രസ്സ് പ്രിൻ്റ് ചെയ്യുക. ദെൻ അതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് കൂടെ പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ മെമ്മറി അഡ്രസ്സ് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ A0, C0, E0 എന്ന് പറയുന്ന 3 ലൊക്കേഷൻസാണ്, 3 മെമ്മറി അഡ്രസ്സാണ് വന്നിരിക്കുന്നത്. ദെൻ അതിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തെല്ലാം നില്ലെന്നാണ്, കാരണം ഇതിനെല്ലാം നള്ളാക്കി വെച്ചിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇത് N1, N2, N3 ആർ ദ ഡിഫറൻറ്റ് 3 ടൈപ്സ് ഓഫ് നോട്ട്സ്. ഇങ്ങനെ 3 നോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് തമ്മിൽ യാതൊരു കണക്ഷനും ഇല്ല, അങ്ങനെ ഇരിപ്പുണ്ട്. മനസ്സിലായി? ഇതൊരു സിംഗിൾ, ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു, ഇറ്റ് ഈസ് നോട്ട് എ ലിങ്ക്ഡ് ലിസ്റ്റ്, ഇറ്റ് ഈസ് ഫോർമേഷൻ ഓഫ് നോട്ട്സ്, ഇൻഡിപെൻഡൻറ്റ് നോട്ട്സ്. ഇനി ഇതിനെ എങ്ങനെ നമ്മൾ ലിങ്ക് ലിസ്റ്റ് ആക്കുന്നു? മനസ്സിലായി? ക്രിയേറ്റിംഗ് സിംഗിൾ ലിങ്ക്ഡ് ലിസ്റ്റ് യൂസിങ് നോട്ട്സ് എങ്ങനെയാണ്? മറ്റത് നമ്മൾ നോഡ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. സിംഗിൾ ലിങ്ക് നോട്ട്സ്, ക്രിയേറ്റ് എ നോഡ് ഫോർ സിംഗിൾ ലിസ്റ്റ്. ഇത് നോഡ് സിംഗിൾ ലിസ്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോഡ് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇനി ആ നോഡിൽ നിന്ന് എങ്ങനെ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. ഇവിടെ വരെ അലോക്കേഷൻ നടന്നു. ദെൻ N1 ആരോ ലിങ്ക് നെക്സ്റ്റ്. അപ്പോൾ N1ൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ഞാൻ N2 അസൈൻ ചെയ്യാം. മനസ്സിലായില്ലേ? N2 അസൈൻ ചെയ്തു. ഇവിടെ നമ്മളൊരു കാസ്റ്റിംഗ് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്റ്റ് ലിങ്ക് ടൈപ്പ് ആയതുകൊണ്ട് ചിലപ്പം കമ്പൈലറിൽ വാർണിംഗ് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനൊന്ന് കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം N2 എന്ന് പറയുന്നത് ഒരു നോഡിനെ നമ്മൾ ഇതിനകത്തോട്ട് അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊന്ന് കാസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചില കമ്പൈലറിൽ എറർ വരുന്നുണ്ടെങ്കിൽ, അത് വാർണിംഗ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കാസ്റ്റ് ചെയ്ത് കൊടുക്കുക, നോഡ് N2. അത് സിമിലർലി N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N1ൻ്റെ ലിങ്ക് നെക്സ്റ്റ്, N1ൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്, N2ൻ്റെ അഡ്രസ്സ് ഇതാണ്, N3യുടെ അഡ്രസ്സ് ഇതാണ്. N1ൻ്റെ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറയുന്ന ഫീൽഡുണ്ട്. ആ ഫീൽഡിനോട്ട് ഞാൻ N2ൻ്റെ ഈ അഡ്രസ്സ് എടുത്തങ്ങ് വയ്ക്കുക. ഈ അഡ്രസ്സ് N2ൻ്റെ അഡ്രസ്സ് എന്ന് 2C0 ഇതൊക്കെ ഉണ്ടാകും. ലിങ്ക് നെക്സ്റ്റിന് 2C0 വെച്ച്. അതുപോലെ N3യുടെ അഡ്രസ്സിനെടുത്ത് N2ൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ടും വെച്ചു. ദെൻ N3യുടെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് നള്ളുമാണ്. That means N1 is connected to N2, N2 is connected to N3, N3 is connecting to any node. മനസ്സിലായോ? അപ്പോൾ ഇതാണ്, ദിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സപ്പോസ്
N4 എന്നുള്ള ഒരു നോഡ് ഇവിടെ ഉണ്ടെങ്കിൽ I can easily connect N3 arrow link next is equal to node of N4 എന്ന് പറഞ്ഞാൽ that means N3 is connecting to N4. This is the formation of linked list. ഇങ്ങനെയാണ് നമ്മൾ linked list ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഇനി നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനകത്തൊരു ഡാറ്റയും കൂടെ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഡാറ്റയും കൂടെ വെക്കണമെങ്കിൽ ഒരു ഫീൽഡ് കൂടെ ആഡ് ചെയ്താൽ മാത്രം മതി. ഒരു ഫീൽഡ് കൂടെ വെക്കണമെന്നേ ഉള്ളൂ. ഞാനിവിടെ ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫീൽഡ് കൂടെയാണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. ഡാറ്റ എന്ന് പറഞ്ഞൊരു ഫീൽഡ്, അത് ഒരു ഇൻറ്റിജർ ഫീൽഡാണ്. ദാറ്റ് മീൻസ് ഡാറ്റ കണ്ടെയ്ൻസ് ആൻ ഇൻറ്റിജർ വാല്യൂ. പിന്നെ സ്ട്രക്ട് ലിങ്ക് നെക്സ്റ്റ്. ഇത് ലിങ്ക് നെക്സ്റ്റ് തന്നെ ഒന്നും കൊടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് പേര് വേണം കൊടുക്കാം. മനസ്സിലായില്ലേ? ഞാനിവിടെ ഇങ്ങനെ കൊടുത്തതന്നേ ഉള്ളൂ. ടൈപ്പ് ഓഫ് സ്ട്രക്ട്, ഇവിടെ ടാഗ് നെയിം നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, അതുപോലെ സ്ട്രക്ട് ഏലിയാസ് നെയിം, ടൈപ്പ് ഓഫ് ഏലിയാസ് നെയിം നിങ്ങൾക്ക് എന്ത് വേണം കൊടുക്കാം. ഞാനിവിടെ ഇതിൻ്റെ പേര് ലിങ്ക് എന്നും ഇവിടെ നോഡെന്നും കൊടുത്തു. അതുകൊണ്ടാണ് സ്ട്രക്ട് ലിങ്ക് സ്റ്റാർ. ദെൻ ദിസ് ഈസ് ആൾസോ അനദർ പോയിൻ്റർ. യു ക്യാൻ ഗിവൺ എനി നെയിം ലൈക്ക് ദ വേരിയബിൾ. That is the only condition. The definition of or the name is given based on the principles of how the variable can be defined or declared. The name of the variable should be follow some rules. ആ റൂൾ ഫോളോ ചെയ്യുന്ന ഏത് പേര് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിവിടെ സ്ട്രക്ട് ലിങ്ക് എന്നും ലിങ്ക് നെക്സ്റ്റ് എന്നും നോഡെന്നും കൊടുത്തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു ഡാറ്റ ഉണ്ട്. ദെൻ 3 പോയിൻ്റർ ഡിക്ലെയർ ചെയ്തു. ദെൻ അതിന് അലൊക്കേഷൻ കൊടുത്തു. മനസ്സിലല്ലോ? അലൊക്കേഷൻ കൊടുത്തു. ഇനി N1 ആരോ ഡാറ്റ, N1 ഡാറ്റ ഫീൽഡിനകത്തോട്ട് ഞാൻ 10 എന്നും N2 ഡാറ്റ ഫീൽഡിൽ 20 എന്നും N3 ഡാറ്റ ഫീൽഡിലേക്ക് 30 എന്നും കൊണ്ടുവന്നു. ദെൻ I connect N1 to N2, N2 to N3, N3 to null. അപ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷനും ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ് വിച്ച് ഈസ് കണക്റ്റിംഗ് 10 ടു കണക്റ്റിംഗ് 20, 20 ടു കണക്റ്റിംഗ് 30, 30 ടു കണക്റ്റിംഗ് ടു നത്തിങ്. അപ്പോൾ ദിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ്. ദെൻ അതിനകത്തുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. ഇത് പ്രിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ N1 ഡാറ്റ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 പ്രിൻറ്റ് ചെയ്യും, N2 ഡാറ്റ പ്രിൻറ്റ് ചെയ്യും 20 പ്രിൻറ്റ് ചെയ്യും, N3 ഡാറ്റ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 30 പ്രിൻറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഞാൻ N1 വഴി ഈ N2ൻ്റെ N3യുടെ വാല്യൂ എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. N1 ത്രൂ N1 ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രിൻറ്റ് N1 ഈസ് ഈക്വൽ ടു N1 ആരോ ഡാറ്റ എന്ന് പറഞ്ഞാൽ N1 ആരോ ഡാറ്റ 10. Then N2 is equal to N1 link next. That means N1 is connecting to N2. ലിങ്ക് നെക്സ്റ്റിനകത്തിരിക്കുന്നത് N2ൻ്റെ അഡ്രസ്സാണ്. ദെൻ അതിൻ്റെ ഡാറ്റ എന്ന് പറയുമ്പോൾ N2ൻ്റെ ഡാറ്റയാണ് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത്. ദെൻ N3 പ്രിൻറ്റ് ചെയ്യുന്നത് N1 കണക്റ്റിംഗ് ടു ലിങ്ക് നെക്സ്റ്റ് ടു N2. N2 ഈസ് കണക്റ്റിംഗ് ടു ത്രൂ ദ ലിങ്ക് നെക്സ്റ്റ് N3. അപ്പോൾ N1 N2 N3 ദെൻ അതിൻ്റെ ഡാറ്റ ദെൻ 30. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ബൈ N1 വഴി നമുക്ക് N3 ഏത് നോഡിനകത്തിരിക്കുന്ന ഡാറ്റയും നമുക്ക് ഈ പോയിൻ്റർ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും ഡാറ്റ. മനസ്സിലായല്ലോ? ഇനി ഈ മെത്തേഡ്, ഈ പ്രിൻറ്റിങ് മെത്തേഡ് ഞാനൊരു ലൂപ്പിനകത്ത് എഴുതി കഴിഞ്ഞാൽ വൈൽ N1 മീൻസ് വൈൽ N1 നോട്ട് ഈക്വൽ ടു നൾ. N1 നൾ ആകുന്നത് വരെ ചെയ്യാനാണ് പ്രതിക്കുന്നത്. പ്രിൻ്റ് ഓഫ് %d n ഓഫ് ഡാറ്റ. N1 ഡാറ്റ എന്ന് പറഞ്ഞാൽ N1ൻ്റെ ഡാറ്റ വാല്യൂ, അതായത് 10 അങ്ങ് പ്രിൻറ്റ് ചെയ്യും. ദെൻ N1 അസൈൻസ് N1 ആരോ ലിങ്ക് നെക്സ്റ്റ്. ഈ N1 ആരോ ലിങ്ക് നെക്സ്റ്റിനകത്തിരിക്കുന്ന N2ൻ്റെ അഡ്രസ്സാണ്. ആ അഡ്രസ്സ് എടുത്ത് N1ലേക്ക് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ N1ൻ്റെ അഡ്രസ്സ് മാറി N2ൻ്റെ അഡ്രസ്സ് N1ലേക്ക് വന്നു. ദെൻ അതിൻ്റെ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ N2ൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ല? ദെൻ അതിനെ അങ്ങ് പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. ലൂപ്പിനകത്ത് കറങ്ങി വരുമ്പോൾ വീണ്ടും പ്രിൻറ്റ് ചെയ്യാൻ പറയുന്നു. ദെൻ എഗെയിൻ N1 അസൈൻസ് N1 ആരോ ലിങ്ക് നെക്സ്റ്റ്. ഇപ്പോൾ N1നകത്തിരിക്കുന്ന N2 ആണ്. N2 ലിങ്ക് നെക്സ്റ്റ് എന്ന് N3യുടെ അഡ്രസ്സായിരിക്കും N1ലാക്കി വരുന്നത്. അതിൻ്റെ ഡാറ്റ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ
n3യുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. ദെൻ n1 ഈസ് ഈക്വൽ ടു n3 ആരോ ലിങ്ക് നെക്സ്റ്റ്. n3യുടെ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം n3 ലിങ്ക് ചെയ്തിരിക്കുന്ന നള്ളിലേക്കാണ്. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു, പുറത്തു പോകും. മനസ്സിലായല്ലോ? ദിസ് ഈസ് ദ മെത്തേഡ് ടു പ്രിൻറ്റ് ദ വാല്യൂസ് ഇൻ ദ ലിങ്ക് ലിസ്റ്റ്. അപ്പോൾ ഈ ഒരു ലൂപ്പ് വഴി എത്ര ലെങ്തുള്ള ലിങ്ക്ഡ് ലിസ്റ്റിലെയും വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഇതാണ് ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് വിത്ത് ഡാറ്റ എങ്ങനെയാണ് ഫോം ചെയ്യണമെന്നും അതിനകത്തുള്ള ഡാറ്റ എങ്ങനെ അസൈൻ ചെയ്യുന്നു, എങ്ങനെ റിട്രീവ് ചെയ്യുന്നു, എങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നു. ഇത് ഒരു മെത്തേഡാണ്. മനസ്സിലായല്ലോ? ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് നമ്മൾ ഫോം ചെയ്യുന്നത് യൂസിങ് എ ഫങ്ഷൻ. എങ്ങനെ ഒരു ഫങ്ഷൻ വഴി നമ്മളൊരു ലിങ്ക്ഡ് ലിസ്റ്റ് ഫോം ചെയ്യാം? കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കറിയാം ഈ n1 malloc then n1 ലിങ്ക് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ i3 n1 നോഡ് malloc എന്നുള്ള ഫംഗ്ഷൻ n1 ലിങ്ക് നെക്സ്റ്റ് ഇവിടെ n1 ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ നോഡ് ഫോം ചെയ്യുന്നത്. ഈ malloc ഈ ഒരു ഡിക്ലറേഷൻ ദെൻ ഒരു malloc ദെൻ ഒരു അസൈൻമെൻറ്റ്, ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു നോഡ് ഫോം ചെയ്യുന്നത്. ഇതിനകത്തൊരു ഡാറ്റയും കൂടെ ഉണ്ടെങ്കിൽ ആ ഡാറ്റയും കൂടെ അസൈൻ ചെയ്യണം. ഇത്രയും ചെയ്യുമ്പോഴാണ് ഒരു ഫോം. അപ്പോൾ നമ്മൾ 100 നോഡുണ്ടെങ്കിൽ 100 സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ എഴുതണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ടൊരു ഫങ്ഷൻ വഴി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കുക. മനസ്സിലായി? ഇപ്പോൾ നമ്മളിവിടെ മെയിൻ നോക്കി ഇത് ടൈപ്പ് ഡെഫ് അവിടെ ഇരിക്കട്ടെ. ഈ ഫംഗ്ഷൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ n1 നോക്കിക്കഴിഞ്ഞാൽ നോഡ് n*n1 n2 n3 ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 3 വേരിയബിൾ പോയിൻ്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് n1 n2 n3 എന്ന്. ഇനി n1-നകത്തോട്ട് ഞാനൊരു ക്രിയേറ്റ് 10 എന്നുള്ള ഡാറ്റ നമ്മൾ ഇവിടെ ചെയ്ത സെയിം സാധനം ഈ 10 എന്ന് പറയുന്ന സാധനം ഈ നോഡ് ഫോം ചെയ്ത് ഇവിടെ ഡിക്ലറേഷൻ മാത്രമേ ഉള്ളൂ. n1 ഫോം ചെയ്തിട്ടില്ല. കാരണം ഫോം ചെയ്യണമെങ്കിൽ അത് ലൊക്കേഷൻ നടക്കണം. ദെൻ അതിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്യണം. അപ്പോൾ ഞാൻ n1-ന് ഒരു നോഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇനി കൊണ്ടുതരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷൻ അതിനകത്ത് നടക്കുന്ന ഞാനിവിടെ നിന്ന് നോഡ് സ്റ്റാർ നോഡ് ന്യൂ നോഡ് ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. ഞാനൊരു പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതിന് അലൊക്കേഷൻ കൊടുക്കുകയാണ്. അപ്പം ന്യൂ നോഡിന് ഒരു മെമ്മറി അലൊക്കേഷൻ കിട്ടും. മനസ്സിലായല്ലോ? ദെൻ ആ ന്യൂ നോഡിൻ്റെ ഡാറ്റയിലേക്ക് ഞാൻ ഇവിടുന്ന് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്യുന്ന വാല്യൂ NOയിൽ വരും. ആ NOയെ അസൈൻ ചെയ്യുന്നു. ദെൻ ആ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനെ നള്ളാക്കുന്നു. എന്നിട്ട് എങ്ങോട്ടും കണക്ട് ചെയ്യുന്നത് അത് ഇൻഡിപെൻഡൻറ്റ് നോഡാക്കുന്നു. ദെൻ ആ റിട്ടേൺ ന്യൂ നോഡ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് ഇങ്ങോട്ട് റിട്ടേൺ അത് എവിടെയോ ഒരു മെമ്മറി ലൊക്കേഷനാണ്. ആ മെമ്മറി ലൊക്കേഷനെ കൊണ്ടുവന്നിട്ട് സെയിം അഡ്രസ്സിനെ n1ലേക്ക് അസൈൻ ചെയ്യുന്നു. അപ്പോൾ n1-ന് അലൊക്കേഷൻ നടന്നു. അതിനൊരു വാല്യൂ നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്ത വാല്യൂ അസൈൻ ചെയ്യുന്നു. അതിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്ത് നള്ളുമാണ് ഇരിക്കുന്നത്. സിമിലർലി n2 ക്രിയേറ്റ് ചെയ്യുന്നു, n3യും ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ n1 n2 n3 ആർ ദ 3 ഇൻഡിപെൻഡൻറ്റ് നോഡ്സാണ്. തമ്മിൽ യാതൊരു കണക്ഷനുമില്ല. n1-നകത്ത് 10 കാണും, n2-നകത്ത് 20 കാണും, n3-ൽ 13 കാണും. ഇനി ഞാൻ കണക്ട് ചെയ്യാണ്. ഇവിടെ നിന്നാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. n1 ഈസ് കണക്റ്റിംഗ് ടു n2, n2 ഈസ് കണക്റ്റിംഗ് ടു n3, n3 ഈസ് കണക്റ്റിംഗ് ടു നൾ. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ഇതിൻ്റെ എല്ലാ അഡ്രസ്സ് അങ്ങ് അസൈൻ ചെയ്യുമ്പോൾ അത് തമ്മിൽ കണക്റ്റഡായി. ദെൻ ഡിസ്പ്ലേ ലിസ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. അതിനകത്തോട്ട് പാസ് ചെയ്യുന്ന ഫസ്റ്റ് നോഡായ റൂട്ട് നോഡ്, ഇനി നമ്മൾ റൂട്ട് നോഡെന്ന് പറയാം, ആ നോഡിനെ അങ്ങോട്ട് പാസ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേ ലിസ്റ്റ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് വരുന്നു. അതൊരു n1 ഒരു പോയിൻ്റർ ടൈപ്പ് നോഡ് ആയതുകൊണ്ട് അതിൻ്റെ ആർഗ്യുമെൻ്റ് സെയിം ടൈപ്പിൽ ഡിക്ലെയർ. ഞാനിവിടെ ഹെഡെന്ന് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇവിടെ കൊടുത്തുന്ന വരുമ്പോൾ ആ വൈൽ ആ വേരിയബിൾ നോട്ട് ഈക്വൽ ടു നൾ അതാണ് വൈൽ ഹെഡ്. ദെൻ ഇവിടെ എഴുതിയിരിക്കുന്ന അതേ സെയിം ഫംഗ്ഷനാണ് ഇത് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജ് ഹെഡ് ഈസ് ഈക്വൽ ടു ഹെഡ് ആരോ ലിങ്ക് നെക്സ്റ്റ് ഇവിടെ എഴുതിയിരിക്കുന്ന സെയിം സാധനം അത് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇത് പ്രിൻ്റ് ചെയ്യും അണ്ടിൽ ഹെഡ് റീച്ചസ് ടു നൾ. അപ്പോൾ ഈ n1 n2 n3 എന്നുള്ള വാല്യൂ ഇവിടെ അങ്ങ് പ്രിൻ്റ് ചെയ്യും. മനസ്സിലായി? ഇതാണ് നമ്മൾ ഫംഗ്ഷൻ വഴി പ്രിൻ്റ് ചെയ്യുന്നത്. നോഡിൻ്റെ വാല്യൂ ഫംഗ്ഷൻ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഓരോ നോഡിൻ്റെ വാല്യൂ ഫംഗ്ഷൻ വഴി എങ്ങനെ പ്രിൻ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് ഒരു നോഡ്
അല്ല ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യുന്ന നോഡ് എക്സിസ്റ്റിംഗ് ലിസ്റ്റിങ്ങിൻ്റെ ബിഗിനിങ്ങിലായിട്ട് ഇൻസേർട്ട് ചെയ്ത് എങ്ങനെയാണ് പുതിയൊരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മളൊരു കുറച്ച് നോട്ട്സ് ഉണ്ടാക്കുന്നു. ആ നോട്ട്സിൻ്റെ ഫസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് ആയിട്ട് സെക്കൻഡ് നോഡിൻ്റെ നെക്സ്റ്റ് ആയിട്ട് തേർഡ് നോഡ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട്, സെക്കൻഡിൽ നിന്ന് തേർഡിലോട്ട് ഇങ്ങനെ. പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് നോഡ് വരുമ്പോൾ ആ രണ്ടാമത് വരുന്ന നോഡിൻ്റെ നെക്സ്റ്റ് ലിങ്കായിട്ട് ഫസ്റ്റ് നോഡ് കൊടുക്കുന്നു, ദെൻ തേർഡ് നോഡ് വരുമ്പോൾ ആ തേർഡ് നോഡിൻ്റെ നെക്സ്റ്റ് ആയിട്ട് സെക്കൻഡ് ലിങ്ക്. അപ്പം പുറകിലേക്കാണ് നമ്മൾ പുതിയ നോഡ് ആഡ് ചെയ്ത് വരുന്നത്. അതാണ് നമ്മൾ ബിഗിനിങ്, ഇൻസേർട്ട് നോട്ട്സ് അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ ഇതിന് ഒരു അൽഗോരിതം ഉണ്ട്. ആ അൽഗോരിതം നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം വർക്ക് ചെയ്യുന്ന ക്രിയേറ്റ് 2 പോയിൻറ്റേഴ്സ് ഓഫ് നോഡ് നെയിംലി ഹെഡ് ആൻഡ് ന്യൂ നോഡ്. അപ്പോൾ ഹെഡെന്ന് ന്യൂ നോഡെന്ന് പറഞ്ഞിട്ട് 2 പോയിൻ്റർ നോഡിൻ്റെ ടൈപ്പിൽ ഡിക്ലെയർ ചെയ്യുക. ആൻഡ് അസൈൻ നൾ ടു ഹെഡ്. അപ്പം നൾ എന്ന് പറയുന്ന വാല്യൂ ഹെഡിന് അസൈൻ ചെയ്യുക. ദെൻ ഇനിഷ്യലൈസ് എ കൗണ്ടർ ടു 0. ഇതെന്തിൻ്റെന്ന് പറഞ്ഞാൽ ഹൗ മെനി നമ്പർ ഓഫ് നോട്ട്സ് ഉണ്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി ഹെഡ് നള്ളാക്കുന്നു, കൗണ്ടറിനെ 0 ആക്കുന്നു. ഇതാണ് ആദ്യം നടക്കുന്ന സ്റ്റെപ്പ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്രിയേറ്റ് എ ന്യൂ നോഡ് ആൻഡ് അസൈൻ ടു ദ പോയിൻ്റർ ന്യൂ നോഡ്. ഒരു നമ്മൾ malloc വെച്ചിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സ് ന്യൂ നോഡിലേക്ക് അസൈൻ ചെയ്യുന്നു. അതായത് ന്യൂ നോഡ് ഇസ് ഈക്വൽ ടു ക്രിയേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ അൽഗോരിതം കൊണ്ട് ഇവിടെ നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ഡാറ്റയും കൂടെ ഇവിടെ നമ്മളങ്ങ് പാസ് ചെയ്ത് കൊടുക്കുക. ഒരു നോഡിനകത്തൊരു ഡാറ്റ വയ്ക്കണമെങ്കിൽ ആ ഡാറ്റയും കൂടെ ഇവിടെ നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ നോഡ് ക്രിയേറ്റായി അതിൻ്റെ അഡ്രസ്സ് ന്യൂ നോഡിലേക്ക് വരും. അപ്പോഴും നമ്മൾ ഹെഡ് നള്ളായിട്ടാണ് ഇരിക്കുന്നത്, ന്യൂ നോഡിലേക്ക് വരും. ദെൻ അടുത്ത് നടക്കുന്ന അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ഹെഡ് ഇഫ് ദ ഹെഡ് ഈസ് നൾ. ഇനിയാണ് നമ്മൾ ലിസ്റ്റ് ഫോം ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ഹെഡ് എന്നുള്ളൊരു പോയിൻ്റർ ഉണ്ടാക്കിയിട്ട് അതിനേക്ക് നള്ള് എന്ന് പറഞ്ഞാൽ അത് ഒരിടവും പോയിൻ്റ് ചെയ്യുന്നില്ല, അതൊരു ബ്ലാങ്ക് ഒരു എംപ്റ്റി പോയിൻ്ററാണ്. ദെൻ ഒരു മെമ്മറി അങ്ങ് അലോക്കേറ്റ് ചെയ്യുന്നു, നോഡ് ടൈപ്പിലൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ദെൻ അതിനകത്തോട്ടൊരു വാല്യൂ സെറ്റ് ചെയ്യുന്നു. ദെൻ ആ മെമ്മറി അലോക്കേഷൻ ന്യൂ നോഡ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് പോയിൻ്ററിലേക്ക് കൊണ്ടുവരുന്നു. അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന മെമ്മറി ന്യൂ നോഡിലേക്ക് കൊണ്ടുവരുന്നു. ദെൻ അടുത്ത് ചെയ്യുന്ന ലിസ്റ്റ് ഫോം ചെയ്യാൻ നേരത്ത് ഹെഡ് നള്ളാണോ എന്ന് നോക്കും. ഹെഡ് നള്ളാണെങ്കിൽ ആ ന്യൂ നോഡിനെ ഹെഡാക്കി മാറ്റുന്നു. മനസ്സിലായി? അപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ആ മെമ്മറി സ്പേസ് ഹെഡാക്കി മാറുന്നു, അതായത് ഫസ്റ്റ് നോഡ് ഹെഡായി മാറുന്നു. അതർവൈസ് അങ്ങനെയല്ല എങ്കിൽ അസൈൻസ് ദ അഡ്രസ് ഓഫ് ഹെഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ്. അതായത് ഇപ്പോൾ ഹെഡ് നള്ളല്ല. ഇപ്പോൾ സപ്പോസ് ഇത് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ സെക്കൻഡ് നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ന്യൂ നോഡ് വന്ന് ഇവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ് നള്ളല്ല, ആൾറെഡി നമ്മൾ തൊട്ട് പ്രീവിയസ് ആയിട്ട് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ അതർവൈസിനകത്ത് പോകും അസൈൻസ് ദ അഡ്രസ് ഓഫ് ഹെഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിലേക്ക് ഹെഡിൻ്റെ നിലവിലെ അഡ്രസ്സ്, അതായത് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഹെഡ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷന് രണ്ടാമത് ക്രിയേറ്റ് ചെയ്യുന്ന ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് ലിങ്ക് ചെയ്യുന്നു. മനസ്സിലായില്ലേ? ആൻഡ് അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ദ ഹെഡ്. ദെൻ ഈ ഹെഡിനകത്തോട്ട് ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് അസൈൻ ചെയ്യുന്നു. അപ്പോൾ അതായത് ഹെഡ് തൊട്ട് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇതിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ന്യൂ നോഡ് ആണെന്ന് അസൈൻ ചെയ്യുക. നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡാണ്, അത് ഇനിഷ്യലി നള്ളിലാണ് ഇരിക്കുന്നത്. മനസ്സിലായി? ഇതാണ് നമ്മുടെ ഹെഡ്, അത് ഇനിഷ്യലി നള്ളായിരിക്കുന്നു. ഇനി ഞാനൊരു പുതിയൊരു നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഹെഡ് അത് അലോക്കേറ്റ് ചെയ്ത് വരെയാണ്. ഇപ്പോൾ സപ്പോസ് ഒരു പുതിയ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒരു മെമ്മറി അഡ്രസ്സ് കിട്ടുന്നു. ആ മെമ്മറി അഡ്രസ്സ് കിട്ടിയ ഉടനെ തന്നെ ആ നോഡ് നമ്മൾ ഈ ലിസ്റ്റിലേക്ക് കൊണ്ടുവരാൻ നേരത്ത് ആദ്യം ഹെഡ് നള്ളാണെന്ന് നോക്കും. ഹെഡ് നള്ളാണെങ്കിൽ ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അഡ്രസ്സ് ഹെഡിലേക്ക് വരുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെയാണ് പുതുതായിട്ടൊരു നോഡ് ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ സപ്പോസ് 10 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പുതിയൊരു
നോഡ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഹെഡ് ഞാൻ നോക്കുകയാണ്, ഹെഡ് നള്ളാണെന്ന്. ഹെഡ് നള്ളാണെങ്കിൽ ഈ പുതിയതായിട്ട് ഇത് നമ്മുടെ ന്യൂ നോഡാണ്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറച്ച് താഴോട്ട് വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ഇതാണ് 10 പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡ്. ഇത് ന്യൂ നോഡാണ്. നമ്മൾ മെമ്മറി അലോക്കേഷൻ ചെയ്ത് ഒരു വാല്യൂ സെറ്റ് ചെയ്തപ്പോൾ ഇവിടെയാണ് അത് അലോക്കേഷൻ നടന്നത്. എന്നിട്ട് നമ്മൾ നോക്കുന്നത് ഹെഡ് നള്ളാണോ എന്ന്. ഹെഡ് ഇപ്പം നള്ളാണെങ്കിൽ ഈ ന്യൂ നോഡിനെ ഹെഡാക്കി മാറ്റും. അപ്പോൾ ഹെഡ് നേരെ ഇവിടേക്ക് വരുന്നു, ഹെഡ് ഇവിടേക്ക് വരുന്നു. മനസ്സിലല്ലേ? അപ്പോൾ ഹെഡ് ഇവിടെ ഇരുന്ന ഹെഡ് ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യും. നേരത്തെ അത് നള്ളായിരുന്നു, അതിപ്പോൾ ഈ മെമ്മറി ലൊക്കേഷനിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഹെഡ് ഇവിടെ നിന്ന് പോയി. മനസ്സിലായില്ലേ? ഇനി അടുത്ത് വീണ്ടും പുതിയ നമ്മൾ ഇവിടെ ചെയ്യുന്നു. ദെൻ ഇതാണെങ്കിൽ നോക്കുന്നു, ഇഫ് ഹെഡ് ഇസ് ഈക്വൽ ടു നള്ളാണെങ്കിൽ ഹെഡ് ഇസ് ഈക്വൽ ടു ന്യൂ നോഡ് വെക്കുന്നു. ദെൻ കൗണ്ടർ ഇസ് ഈക്വൽ ടു കൗണ്ടർ പ്ലസ് കൗണ്ടർ നമ്മൾ ഇനിഷ്യലി 0 ആയിട്ട് സ്വിച്ച് ചെയ്യുന്നു, അത് 1 ആയി മാറുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ കൗണ്ടർ ഇത് ലിമിറ്റിലെത്തിയാൽ നോക്കും. ലിമിറ്റിലെത്തിയില്ലെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ സപ്പോസ് അടുത്ത നോഡ് ഞാനിവിടെ ഈ ലൊക്കേഷനിൽ കിട്ടി, 20 എന്നുള്ള നമ്പർ ഞാനിവിടെ ആഡ് ചെയ്തു. അത് മെമ്മലോക്ക് വെച്ചിട്ട് ഇതാണ് ന്യൂ നോഡ്. പുതിയ നോഡ് വരുമ്പോൾ ഇതാണ് ന്യൂ നോഡ് വരുമ്പോൾ അത് മെമ്മറി അലോക്കേഷൻ ചെയ്യുന്നു. മെമ്മറി അലോക്കേഷൻ ചെയ്തിട്ട് ആദ്യം ചെയ്യുന്ന കണ്ടീഷൻ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ഇഫ് ഹെഡ് ഈസ് നൾ. ഇപ്പോൾ ഹെഡ് നള്ളാണോ നോക്കുക. ഹെഡ് നള്ളല്ല, ഇവിടെ ആൾറെഡി ഒരു അലോക്കേഷൻ നടന്നുകൊണ്ട് വാല്യൂ ഇരിപ്പുണ്ട്. അപ്പോൾ ഹെഡ് നള്ളല്ല. അതർവൈസ് അസൈൻസ് ദ അഡ്രസ് ഓഫ് ഹെഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ന്യൂ നോഡ്. ഹെഡിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഇതിൻ്റെ മെമ്മറി ലൊക്കേഷനാണ്. ഈ മെമ്മറി ലൊക്കേഷനകത്തോട്ട് ഇതിൻ്റെ ലിങ്ക് നെക്സ്റ്റ്, ഈ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞ അഡ്രസ്സ്, ഇവിടെ ലിങ്ക് നെക്സ്റ്റ് നമുക്കറിയാം ടൈപ്പ് ഡോഫിൽ സ്ട്രക്ചർ ടൈപ്പിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് നെക്സ്റ്റിൻ്റെ നെക്സ്റ്റിൽ അത് എപ്പോഴും നള്ളായിരിക്കും. പുതുതായിട്ടൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂയും കാണും, ഒരു ലിങ്ക് നെക്സ്റ്റ് നള്ളും ആയിരിക്കും. ആ നള്ളിലേക്ക് ഈ ഹെഡിൻ്റെ അഡ്രസ്സ് വയ്ക്കാൻ പറയും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലിങ്കായി. ദെൻ അടുത്ത് പറയുന്നത് ആൻഡ് അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ഹെഡ്. അപ്പോൾ ഈ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് ഹെഡിലോട്ട് വയ്ക്കാം. അപ്പോൾ ഹെഡ് നേരെ ഇവിടേക്ക് വരുന്നു, ഇതങ്ങ് മാറും. ഈ ഹെഡ് ഇവിടെ നിന്ന് അങ്ങ് മാറും. ദെൻ ഇതിൽ നിന്ന് ഇങ്ങോട്ടൊരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സിമിലർലി വീണ്ടും കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇതഗൈൻ നമ്മൾ ചെക്ക് ചെയ്യുന്നു കൗണ്ടർ ലിമിറ്റിലെത്താൻ നോക്കും. ഇല്ല എങ്കിൽ അടുത്ത് വീണ്ടും പുതിയതായിട്ട് ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ പുതിയൊരു നോഡ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നള്ളാണ്, അതിൻ്റെ ഡാറ്റ 45 ആണ്. എന്നിട്ട് നോക്കും ഹെഡ് നള്ളാണോ. ഹെഡ് നള്ളല്ല, ഇവിടെ ഒരു അലോക്കേഷനില്ലാത്തോട്ടൊരു പോയിൻ്റിലേക്ക് ആണ് ഹെഡ് ഇരിക്കുന്നത്. ഹെഡ് ഇരിക്കുന്നതുകൊണ്ട് അത് കണ്ടീഷൻ ഫെയിലാവുന്നു. ദെൻ ന്യൂ നോഡ് ഡോട്ട് ലിങ്ക് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഹെഡ്. ഈ ന്യൂ നോഡിൻ്റെ ഇതാണ് ന്യൂ നോഡ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡ് ഇതാണ്. ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നള്ളാണ് ഇരിക്കുന്നത്, കാരണം നമ്മൾ ആ ഫംഗ്ഷനിൽ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ നള്ളായിട്ടാണ് വരുന്നത്. ആ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് നിലവിലെ ഹെഡിൻ്റെ അഡ്രസ്സ് എടുത്ത് വയ്ക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷനായി. ദെൻ ദെൻ ദ അഡ്രസ് ഓഫ് ഹെഡ് ഈസ് അസൈൻസ് ദെൻ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ഈസ് അസൈൻ ടു ഹെഡ്. ഈ ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് ഹെഡിലേക്ക് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ ഹെഡ് ഇവിടെ ഇരിക്കുന്ന ഹെഡ് മാറി ഇവിടേക്ക് വരുന്നു. ദിസ് ഈസ് ദ പ്രോസസ് ടു ഇൻസേർട്ട് ന്യൂ എലമെൻറ്റ് ടു ദ ബിഗിനിങ് ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പുതുതായിട്ട് ന്യൂ നോട്ട്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. റിപ്പീറ്റ് സ്റ്റെപ്പ് 2 to 3 അണ്ടിൽ ദ കൗണ്ടർ റീച്ചസ് ടു n നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്രയും നമ്പർ. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ന്യൂ നോഡ് ആദ്യം വരുന്നു, ഹെഡ് ഇനിഷ്യലി നള്ളാണ്, ന്യൂ നോഡ് വരുന്നു, ഇത് ഇവിടെ വരുന്നു. ഈ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു അഡ്രസ്സും ഉണ്ടാവും, അതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നള്ളുവാകും. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹെഡ് നള്ളാണോ നോക്കുക. ഹെഡ് നള്ളാണെങ്കിൽ ഈ ന്യൂ നോഡിനെ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ ന്യൂ നോഡിനെ ഹെഡാക്കി മാറ്റും. അതായത് ഇവിടെ ഇങ്ങനെ ഹെഡായി. ആ ഹെഡിൻ്റെ ന്യൂ ലിങ്ക് നെക്സ്റ്റ് നില്ലാണ്ടിരിക്കുന്നത്, അതിനകത്ത് ഇരിക്കുന്ന ഡാറ്റ 10 ആണ്. ദെൻ അസൈൻസ് ക്രിയേറ്റ് അനദർ ഇൻക്രിമെൻറ്റ് കൗണ്ടർ ചെയ്യുന്നു. ദെൻ അടുത്ത ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ഇതാണ്, അതിൻ്റെ അസൈൻ ചെയ്തിരിക്കുന്ന വാല്യൂ 20 ആണ്. അതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നള്ളുമാണ്. നമ്മൾ ക്രിയേറ്റ് ഫംഗ്ഷനിലെ നള്ളായിട്ടാണ് തിരിച്ചു തരുന്നത്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻറ്റ് നോഡായിട്ടാണ് തിരിച്ചു വരുന്നത്.
പക്ഷേ അതിനകത്തൊരു വാല്യൂ ഉണ്ട് 20. ദെൻ അടുത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഇനി ഈ ലിസ്റ്റിലേക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത നോഡ് എങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെയാണ് ഹെഡ് ഇരിക്കുന്നത്. ഹെഡ് നള്ളാണോ എന്ന് നോക്കും. ഹെഡ് നള്ളല്ല. ഇനിഷ്യലി നള്ളായിരുന്നു, ഇപ്പം നള്ളല്ല. കാരണം ഇവിടെ ഫസ്റ്റ് നോഡിനെ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഹെഡ് നള്ളല്ല. ഹെഡ് നള്ളല്ലാത്തത് കൊണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ നോഡിൻ്റെ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ഹെഡിനെ പോയിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഹെഡ് ഇരിക്കുന്നത് ഈ ലൊക്കേഷനകത്തോട്ട്. ഈ ലൊക്കേഷനകത്തോട്ട് ഇതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് ഈ 0യുടെ ഈ ലിങ്ക് നെക്സ്റ്റിനെ എടുത്ത് ഹെഡിലോട്ട്. അപ്പം ഇതിൽ നിന്ന് ഇതിലേക്കൊരു കണക്ഷനായി. മനസ്സിലായില്ലേ? ഇതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് വഴി ഇങ്ങോട്ട് കണക്ഷനായി. ദെൻ ഈ ഈ ലിങ്ക് നെക്സ്റ്റിൻ്റെ ഈ അഡ്രസ്സിനെ ഹെഡിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഹെഡിൽ ഇപ്പോൾ ഇരിക്കുന്നത് ഇതിൻ്റെ അഡ്രസ്സാണ്, ഈ മെമ്മറി ലൊക്കേഷൻ അഡ്രസ്സാണ്. ഈ അഡ്രസ്സ് മാറ്റിയിട്ട് ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് ഇതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഈ മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സിലേക്ക് ഹെഡിനെ അപ്പോൾ ഹെഡ് ഇവിടുന്ന് ഇവിടേക്ക് വരുന്നു. കണ്ടില്ലേ? അപ്പോൾ അതിൻ്റെ ലിങ്ക് നെക്സ്റ്റിലിരിക്കുന്ന കണ്ടോ, ഇതിൻ്റെ അഡ്രസ്സാണ്. മനസ്സിലായി? അപ്പോൾ ഹെഡ് ഇപ്പോൾ ഇവിടെയാണ്. അഗെയിൻ അനദർ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് ഇൻഡിപെൻഡൻറ്റ് നോഡാണ്. അതിൻ്റെ 30 എന്നുള്ള വാല്യൂ ഉണ്ട്. അതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നില്ലാണ്. വീണ്ടും നമ്മളിവിടെ ഹെഡ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഹെഡ് നള്ളാണ്. ഹെഡ് നള്ളല്ല. ഹെഡ് നള്ളല്ല എങ്കിൽ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിലേക്ക് ഹെഡിലേക്ക് കൊടുക്കുന്ന, അതായത് ഈ AE0 എന്ന് പറയുന്ന ഈ മെമ്മറി ലൊക്കേഷൻ ഇതിനകത്തോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷനായി. മനസ്സിലായില്ലേ? ദെൻ അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ഹെഡ്. ഈ ഹെഡിനെ എടുത്ത് നേരെ ഇങ്ങോട്ട് വരുന്നു. അതായത് B00 അത് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഹെഡ് ഇവിടെ ആവുന്നു. അതിൻ്റെ അഡ്രസ്സ് ഇതാണ്. അതിൻ്റെ ലിങ്ക് നെക്സ്റ്റിലിരിക്കുന്ന അഡ്രസ്സ് AE0 എന്ന് പറയുന്നത് രണ്ടാമത്തെ നോഡിൻ്റെ അഡ്രസ്സ്. അതിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്ത് ഒന്നാമത്തെ നോഡിൻ്റെ അഡ്രസ്സ്. ദിസ് ടൈപ്പ് ഓഫ് ക്രിയേഷൻ ഓഫ് ലിങ്ക് ലിസ്റ്റ് ഈസ് ദ മെത്തേഡ് ടു ഇൻസേർട്ട് എ ന്യൂ നോഡ് ടു ദ ബിഗിനിങ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ലിങ്ക് ലിസ്റ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് നമുക്കൊന്ന് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഈ അൽഗോരിതത്തിന് ഇത്രയും സ്റ്റെപ്പാണുള്ളത്. വളരെ സിമ്പിളാണ്. നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മളൊരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഇനിഷ്യലിരിക്കുന്ന ഹെഡ് നള്ളാണോ നോക്കും. ഹെഡ് നള്ളാണെങ്കിൽ ആ പുതുതായിട്ട് വരുന്ന ക്രിയേറ്റിനെ നോഡിനെ ഹെഡിലേക്ക് അസൈൻ ചെയ്യുന്നത്. ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. ഇതാണ് ഹെഡ് നള്ളാണെങ്കിൽ ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. അല്ല എങ്കിൽ ന്യൂ നോഡ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ഹെഡിനെ അസൈൻ ചെയ്യുന്നു. ദെൻ ഹെഡിനെ ന്യൂ നോഡാക്കി മാറ്റുന്നു. ദെൻ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ പ്രോസസ്സ്. മനസ്സിലായോ? അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതൊരു പ്രോഗ്രാം ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ അതിന് എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒക്കെ തൊട്ട് പ്രീവിയസ് സ്ലൈഡിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേ മെത്തേഡിൽ നിങ്ങളിവിടെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വാല്യൂ നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്യാൻ കൊടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് പാസ് ചെയ്യുക. എന്തായാലും ഞാനിതിൻ്റെ പ്രോഗ്രാം എഴുതി കാണിക്കാം. നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, singlist.c എന്ന പേര് കൊടുത്തു. സ്റ്റഡി ലിബ് ഡോട്ട് വെച്ച് നമ്മൾ malloc ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ടൈപ്പ് ഡഫ് സ്ട്രക്റ്റ് ലിങ്ക് ഒരു ഡാറ്റ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, ദെൻ സ്ട്രക്റ്റ് ലിങ്ക് സ്റ്റാർ ലിങ്ക് നെക്സ്റ്റ്. ലിങ്ക് നെക്സ്റ്റ് എന്നോ കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്നാക്കി. ഇനി അതിൻ്റെ പേര് ഞാൻ നോഡെന്ന് കൊടുത്തു. ഇപ്പം സ്ട്രക്ചർ ഡെഫിനിഷനായി ഞാൻ മെയിൻ എഴുതുകയാണ്. നോഡിൻ്റെ ഇതിൽ പറഞ്ഞിരിക്കുന്ന അൽഗോരിതത്തിൽ ഹെഡെന്നും ഒരു പോയിൻ്ററാണ്, ഹെഡെന്നും ന്യൂ നോഡെന്നും രണ്ട് പോയിൻ്റേഴ്സ് ഡിക്ലെയർ ചെയ്തു.
ദെൻ ഹെഡിനെ നള്ളാക്കുന്നു. ദെൻ ഒരു ഇൻറ്റിജർ കൗണ്ടറുണ്ട്, ഞാൻ സി എന്ന് കൊടുത്തു, അത് ഇനിഷ്യലി 0 എന്ന് സെറ്റ് ചെയ്തു. ദെൻ ലിമിറ്റ് എനിക്ക് വേണം, അതിന് ഞാൻ n എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, റീച്ചസ് ടു n. അപ്പോൾ ലിമിറ്റിന് ഞാൻ n എന്നുള്ള വേരിയബിൾ കൊടുത്തു. ഇനി എന്തെങ്കിലും വേണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് തരാം. അപ്പം ഞാൻ ആദ്യം വന്നിട്ട് ഇതിനകത്ത് നമ്മൾ ലിമിറ്റാണ് ചെയ്യുന്നത്. പ്രിൻ്റ് എൻ്റെ ടോട്ടൽ നോട്ട്സ്, എത്ര നോട്ട്സാണ് ഈ ലിസ്റ്റിനകത്തുള്ളതെന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അത് സ്കാൻ ചെയ്യുക. അത് എന്നിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നമുക്ക് അതുവരെയാണ് പോകേണ്ടത്. അപ്പോൾ വൈൽ i <n വരെയാണ് നമുക്ക് പോകേണ്ടത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമ്മൾ i <n വരെ പോകുന്ന ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓരോ നോഡ് നമ്മൾ ബിഗിനിങ് ഓഫ് ദ ലിസ്റ്റിനകത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ലിസ്റ്റ് empty ആണ്, കാരണം അതുകൊണ്ടാണ് നമ്മൾ ഹെഡ് നൾ എന്ന് കൊടുത്തിരിക്കുന്നത്. ഹെഡ് നള്ളായതുകൊണ്ട് ഹെഡ് എന്ന് പറഞ്ഞാൽ ഹെഡ് നോഡാണ്, ആദ്യം ബിഗിനിങ്ങിലിരിക്കുന്ന നോഡിനെയാണ്, അതുകൊണ്ടാണ് ഹെഡ് എന്ന് പറയുന്നത്. ആ ഹെഡ് നള്ളെന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് empty എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരു നമ്പർ റീഡ് ചെയ്യാം. എൻ്റർ ഈ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് എൻ്റർ നമ്പർ. അപ്പോൾ ഈ നമ്പർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഡാറ്റയ്ക്ക് ഡി എന്നുള്ള പേര് സ്കാൻ ചെയ്യുക. %d d ഡാറ്റ റീഡ് ചെയ്തു. ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്, ന്യൂ നോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ന്യൂ നോഡ് = ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷൻ. ക്രിയേറ്റ് എന്ന ഫംഗ്ഷൻ എഴുതിയിട്ടില്ല, അത് ഞാൻ എഴുതണം. അതിനകത്ത് ആർഗ്യുമെൻ്റായിട്ട് ഡി പാസ് ചെയ്യുന്നു, നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ഡി പാസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ എഴുതുക. അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന ഒരു ന്യൂ നോഡ് ടൈപ്പിലെ ഡാറ്റയാണ്. അപ്പോൾ നോഡ് സ്റ്റാറാണ് റിട്ടേൺ ടൈപ്പ്. എന്നിട്ട് ക്രിയേറ്റ്, അങ്ങോട്ട് പാസ് ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂ ആണ് ഡി. ഓക്കെ, ഇപ്പം ഞാനിവിടെ വീണ്ടും നോഡ് സ്റ്റാർ നോഡ്, അത് സെയിം പേര് തന്നെ കൊടുത്താൽ അത് തന്നെ കൊടുക്കണമെന്നില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് പേര് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ന്യൂ നോഡിന് വരെ ഞാൻ സ്റ്റാർ നോഡ് സ്മോൾ ലെറ്റർ നോഡെന്ന് കൊടുത്തു. = നോഡ് സ്റ്റാർ. അതിൻ്റെ സിൻടാക്സ് നിങ്ങൾ ഓർത്തോളണം, malloc ദെൻ സൈസ് ഓഫ് നോഡ്, ഇതാണ് അതിൻ്റെ സിൻടാക്സ്. അപ്പം മെമ്മറി അലോക്കേഷൻ ചെയ്യും. മെമ്മറി അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നോഡിനകത്തോട്ട് ഡാറ്റ ആയിട്ട് ഡി വയ്ക്കുക. ദെൻ നോഡിൻ്റെ നെക്സ്റ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ്, ഞാനിവിടെ നെക്സ്റ്റ് എന്ന് കൊടുത്തുകൊണ്ട് ഇവിടെ നെക്സ്റ്റ് എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നെക്സ്റ്റ് = നള്ളാക്കും. എന്നിട്ട് അതിനെ അങ്ങ് റിട്ടേൺ ചെയ്യുക. റിട്ടേൺ നോഡിനെ അങ്ങ് റിട്ടേൺ ചെയ്യുക. ഇത് നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നോഡാണ്. ഇത്രയാണ് ക്രിയേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ അലൊക്കേഷൻ നടക്കും. ആ അലൊക്കേഷൻ നടത്തുന്ന മെമ്മറി അഡ്രസ്സ് നമ്മൾ ഈ ന്യൂ നോഡിനകത്തോട്ട് വരും. ഇനിയാണ് നമ്മുടെ ഈ അൽഗോരിതം ഇവിടെ വരുന്നത്. ഇഫ് ഹെഡ് = നള്ളാണെന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ഹെഡ് = നൾ ആണെന്ന് നോക്കുക. ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഹെഡിനെ ന്യൂ നോഡാക്കി മാറ്റുക. ഹെഡ് = ന്യൂ നോഡ്. അല്ല എങ്കിൽ പറഞ്ഞിരിക്കുന്നത് ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റ് വരെ നമ്മൾ നെക്സ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിനകത്തോട്ട് ഹെഡിനെ വയ്ക്കുക. അതായത് നമ്മളിവിടെ പറഞ്ഞ കാര്യം, ഇവിടെയാണ് ഹെഡ് ഇരിക്കുന്നതെങ്കിൽ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിനകത്തോട്ട് ഈ അഡ്രസ്സ് വയ്ക്കുക. തന്നെ ഈ ഹെഡിനെ ഇങ്ങോട്ട് മാറ്റുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂ നോഡ് നെക്സ്റ്റ് = ഹെഡ്, then head = new node. This is algorithm. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. ദെൻ കൗണ്ടറിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. C++. ദെൻ വൈൽ സി അല്ല, ഇവിടെ നമ്മൾ സി ആണ് യൂസ് ചെയ്യുന്നത്, നോട്ട് ഐ.
C++, while C less than n. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ n number of nodes ക്രിയേറ്റ് ചെയ്യും, ആൻഡ് all the nodes are interlinked. The head will be in the beginning position of the list. അപ്പോൾ നമുക്ക് ഇതിനെ ഡിസ്പ്ലേ ചെയ്യണം. വാല്യൂ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുന്നു, അതിനകത്തോട്ട് ഹെഡിനെ പാസ് ചെയ്യുന്നു. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതുകയാണ്, അത് വോയിഡ് ഫംഗ്ഷനാണ്. അതിനകത്ത് വരുന്നത് ഹെഡാണ് വരുന്നത്. ഞാൻ ഹെഡ് എന്ന് തന്നെ സെയിം പേര് തന്നെ കൊടുത്തു. ഹെഡ് എന്ന് തന്നെ കൊടുക്കണമെന്നില്ല, ഏത് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഹെഡ് എന്ന് തന്നെ എടുത്തു. അപ്പോൾ വൈൽ ഹെഡ് നോട്ട് ഈക്വൽ ടു നള്ളാണ് പോകേണ്ടത്. അപ്പോൾ അതിന് വൈൽ ഹെഡ് എന്ന് എഴുതിയാൽ മതി. വേണ്ട നമ്മളിതിൻ്റെ പ്രോഗ്രാം തൊട്ട് മുന്നേ കിടപ്പുണ്ട്. എങ്ങനെയാണ്? ഇതാണ് വൈൽ ഹെഡ്. ദെൻ ഇതാണ് നമ്മളെ പ്രോഗ്രാം. printf %d \n, head arrow data. Then head is equal to head arrow next. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇത്രയും ചെയ്ത് നോക്കുക, എന്നിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം. എററൊന്നുമില്ല. നമുക്ക് ./a.out. ഞാൻ 5 നമ്പർ ഓഫ് നോട്ട്സ് കൊടുക്കുന്നു. 10, 20, 30, 40, 50. കണ്ടില്ലേ? 50, 40, 30, 20, 10. അപ്പോൾ ഇതാണ് കാരണം നമ്മൾ അറിയാം, ഓരോ നോഡ് ക്രിയേറ്റ് ചെയ്യുന്നതോറും പുതിയ നോഡ് അതിൻ്റെ ബിഗിനിങ്ങിലേക്ക് വരുന്നു. അപ്പം ഏറ്റവും ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡ് ഏറ്റവും ഫസ്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റാക്ക് പോലെ ആണ് ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അൽഗോരിതം. ഇതുപോലെയാണ് നമ്മൾ പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, ഇൻസർട്ട് ചെയ്യുന്ന എലമെൻറ്റ് അറ്റ് ബിഗിനിങ്. ഇതാണ് ആ പ്രോഗ്രാം. അത് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇതിന് കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ അൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക. ഇനി ലിങ്ക്ഡ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മറ്റൊരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എൻഡിലാണ്. നേരത്തെ നമ്മൾ ഓരോ നോഡും ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ന്യൂ നോഡിനെ ആഡ് ചെയ്ത് പോകുന്നു. അപ്പം ഹെഡ് അവിടെ തന്നെ നിൽക്കുന്നു. ഓരോ നോഡും അതിൻ്റെ ആ ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ആഡ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതമാണ് എഴുതിയിരിക്കുന്നത്. നോർമലി ബിഗിനിങ്ങിൽ ഇൻസർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഹെഡ് എന്ന് ന്യൂ നോഡെന്ന് 2 പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് ഹെഡിനെ നള്ളാക്കുക, കൗണ്ടറിനെ 0 ആക്കുക. അത് നമ്മൾ നോർമലി നേരത്തെ പറഞ്ഞതുപോലെ how many number of nodes we want to create is counting by the counter variable. Okay, then create a new node using the and assigns to the pointer new node. ഒരു പുതിയ നോഡ് മെമ്മലൊക്കെ വെച്ച് ക്രിയേറ്റ് ചെയ്യുക, അതിനൊരു ഡാറ്റ അസൈൻ ചെയ്യുക, ദെൻ ആ ന്യൂ നോഡിലേക്ക്. ഈ ഫസ്റ്റ് ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റെപ്പ് പ്രീവിയസ് എക്സ്പെരിമെൻ്റ് അതേ സെയിം തന്നെയാണ്. ദെൻ അപ്പോൾ ഇവിടെ നോഡ് ക്രിയേറ്റ് ആയി, ഹെഡ് നള്ളുമാണ്. ഇനി എന്താണ് ചെയ്യുന്നത്? അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ഹെഡ് ഇഫ് ദ ഹെഡ് ഈസ് നൾ. അപ്പോൾ ഈ ലിസ്റ്റ് എം ടി ആണെങ്കിൽ ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡാണ് അതിൻ്റെ ഹെഡ് നോഡായിട്ട് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ഹെഡ് നോഡിനെ ന്യൂ നോഡിനെ ഹെഡാക്കി മാറ്റുന്നു. ദെൻ വീണ്ടും കൗണ്ടർ ഇങ്ങനെ ചെയ്യുന്നു, അടുത്ത നോഡ് ക്രിയേറ്റ് ചെയ്ത് വരുന്നിട്ട് വീണ്ടും നോക്കുമ്പോൾ ഹെഡ് നള്ളാണെന്ന് നോക്കുക. അല്ല എങ്കിൽ അതർവൈസ് ക്രിയേറ്റ് എ ടെമ്പററി നോഡ് പോയിൻ്റർ ആൻഡ് അസൈൻസ് ദ അഡ്രസ് ഓഫ് ഹെഡ് ടു ദിസ്. ഒരു ടെമ്പററി നോഡ് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിലവിലെ ഹെഡിൻ്റെ അഡ്രസ്സ്, ഹെഡ് എപ്പോഴും ബിഗിനിങ്ങിലാണ് ഇരിക്കുന്നത്, ആ അഡ്രസ്സിനെടുത്ത് ആ നോഡ് പോയിൻറ്റിലേക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത് ടെമ്പററി നോഡ് പോയിൻറ്റിലേക്ക് കൊടുക്കുക.
Then traverse the temporary nodes pointer to the last node in the list. ഇപ്പോൾ ലാസ്റ്റ് നോഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നള്ളായിരിക്കും, അതുവരെ പോവുക. അതായത് ഒരു ലിസ്റ്റിനകത്തുള്ള ഈ നോഡിൽ ലിങ്ക് നെക്സ്റ്റ് നള്ളായിരിക്കുന്നത്. ഇതിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ലിങ്ക് നെക്സ്റ്റ് ഈ നോഡിൻ്റെ ഇതൊരു നോഡ് ഇങ്ങനെയാണ്. ഇത് ഫസ്റ്റ് നോഡ്, സെക്കൻഡ് നോഡ്, തേർഡ് നോഡ്, ഫോർത്ത് നോഡ്, ഫിഫ്ത്ത് നോഡ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നള്ളാണ്. ആ ലിങ്ക് നെക്സ്റ്റ് നള്ളായിരിക്കുന്ന നോഡ് വരെ പോവുക, അതായത് ലാസ്റ്റ് നോഡ് വരെ പോവുക. അതാണ് ട്രാവേഴ്സ് ദ ടെമ്പററി നോഡ് പോയിൻറ്റഡ് ടു ദ ലാസ്റ്റ് നോഡ് ഇൻ ദ ലിസ്റ്റ്. ദെൻ അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ടെമ്പററി നോഡ്. ഇനി അപ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റിലെത്തി, നമ്മളൊരു ആൾറെഡി ഒരു നോഡ് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആ നോഡിൻ്റെ അഡ്രസ്സ് ഈ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് അസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുതുതായിട്ടൊരു നോഡിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആയി. മനസ്സിലായില്ലേ? അതാണ് ഇത് ചെയ്യുന്നത്. അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ്, പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡിൻ്റെ അഡ്രസ്സ് എടുത്ത് ടു ദ ലിങ്ക് നെക്സ്റ്റ്, അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ടെമ്പററി നോഡ്. അതായത് നമ്മൾ ലാസ്റ്റ് നിൽക്കുന്ന ടെമ്പററി നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിലേക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നോഡിൻ്റെ അഡ്രസ്സ് വയ്ക്കുക. ദെൻ ഇൻക്രിമെൻറ്റ് കൗണ്ടർ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇവിടെ മെത്തേഡ്. ഹെഡ് ഈക്വൽ നള്ളാണ്, ഹെഡ് ഈക്വൽ അതും പഴയതുപോലെ തന്നെ. അല്ലെങ്കിൽ ടെമ്പററി നോഡിലേക്ക് ഹെഡിനെ അസൈൻ ചെയ്യുക. ദെൻ വൈൽ ടെമ്പ് പോയിൻ്റർ ലിങ്ക് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ഡു ടെമ്പററി ഈസ് ഈക്വൽ ടു ടെമ്പ് ആരോ ലിങ്ക് നെക്സ്റ്റ്. ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നൾ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ നിൽക്കുന്ന ലാസ്റ്റ് നോഡിലായിരിക്കും, ആ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡിലായിരിക്കും. ദെൻ ആ ടെമ്പറിൻ്റെ ലിങ്ക് ലിസ്റ്റിലേക്ക് ന്യൂ നോഡിനെ അസൈൻ ചെയ്യുക. അപ്പോൾ ആ ലിസ്റ്റിലെ ലാസ്റ്റ് നോഡും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നോഡിലേക്ക് ലിങ്ക് എസ്റ്റാബ്ലിഷ് ആയി. ദെൻ കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ദിസ് ഈസ് ദ അൽഗോരിതം. Until repeat the test step 2 and 3 until the counter reaches to n. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെഡ് ഇങ്ങനെ ഇരിക്കും. ദെൻ പുതുതായിട്ട് വരുന്ന നോഡിലേക്ക് അതിൻ്റെ ഓരോ ലിസ്റ്റിൻ്റെ ലാസ്റ്റിലേക്ക് എന്ന നോഡിൽ നിന്ന് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നോഡിലേക്ക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദിസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് എ ലിങ്ക് ലിസ്റ്റ് ബൈ ഇൻസേർട്ടിങ് ന്യൂ നോഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. ഇത് നിങ്ങൾക്ക് അൽഗോരിതം മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഇത് സെയിം പ്രോഗ്രാം തന്നെയാണ്, ചെറിയൊരു ആൾട്രേഷനേ ഉള്ളൂ. ആ ആൾട്രേഷൻ ചെയ്ത് നമുക്ക് കാണിക്കാം. ഞാൻ ആ പ്രോഗ്രാമിന് തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ടൈപ്പ് ഡെഫ് വെച്ച് ഇത് ക്രിയേറ്റ് ഇത് കഴിഞ്ഞു. ഡിസ്പ്ലേ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ മെയിൻ എഴുതുന്നു, നോഡ് വന്നു. ഇവിടെ ക്രിയേറ്റ് നോഡ് ഇതുവരെ ഉണ്ട്. ദെൻ ഹെഡ് ഈസ് ഈക്വൽ ടു നള്ളാണ്, ഹെഡ് ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇതിൻ്റെ എൽസ് പാർട്ടിലാണ് ചേഞ്ച് വരുന്നത്. അപ്പോൾ ഈ എൽസ് പാർട്ടിൽ നമുക്ക് ചേഞ്ചാണ് വരുത്തേണ്ടത്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് കളഞ്ഞിട്ട് ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇവിടെ പറയണത് ഒരു ടെമ്പററി ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നോഡ് സ്റ്റാർ ടെമ്പ് ഈസ് ഈക്വൽ ടു അതിനെ ഹെഡ് അതിലേക്ക് കൊണ്ടുവരിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദെൻ ആ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് നോഡ് വരെ പോവുക. വൈൽ അതിൻ്റെ കണ്ടീഷൻ ഇതാണ്. വൈൽ ടെമ്പ് ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. അതിന് നെക്സ്റ്റ് വരെ കൊടുത്താൽ മതി. അതിൻ്റെ മീനിങ് നോട്ട് ഈക്വൽ ടു നൾ ആവുന്നത് വരെ ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ്. അപ്പോൾ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലാസ്റ്റ് നോഡിലാണ് നിൽക്കുന്നത്. അത് ലാസ്റ്റ് നോഡ് എത്തിക്കഴിഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ്, അതിനുള്ളാണ് ഇരിക്കുന്നത്. ടെമ്പിൻ്റെ നെക്സ്റ്റിനകത്തോട്ട് നമ്മളെ ന്യൂ നോഡ് ആഡ് ചെയ്യാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞു. ഇത്രയാണ് ആദ്യത്തെ ഇതും പ്രോഗ്രാമും രണ്ടാമത്തെ പ്രോഗ്രാമും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് നോട്ട്സ് 5 കൊടുക്കുകയാണ്. 10, 20, 30, 40, 50. ഇത് നമ്മൾ അസെൻഡിങ് ഓർഡർ, അതായത് നമ്മൾ എൻ്റർ ചെയ്ത അതേ ഓർഡറിൽ നമ്മളെ ക്യൂ പോലെ ഔട്ട്പുട്ട് വരണം. 10, 20, 30, 40, 50 എന്ന് തന്നെ വരണം. കണ്ടില്ലേ?
10, 20, 30, 40, 50. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിയേഷൻ ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ് ബൈ ഇൻസേർട്ട് എ ന്യൂ നോഡ് ടു ദ എൻഡ് ഓഫ് ദ ലിസ്റ്റ്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക. ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ്ങും ഇൻസേർട്ട് അറ്റ് ദ എൻഡും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ള അതിൻ്റെ എൽസ് പാർട്ടിൽ ഈ അൽഗോരിതം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഒരു പ്രോഗ്രാം പഠിച്ചാൽ മതി, ഇതിൽ നിന്ന് മറ്റേ 2 പ്രോഗ്രാമും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഒരു ലിസ്റ്റിനകത്തുള്ള ഒരു ലിസ്റ്റിനുള്ളിലേക്ക് ഒരു നോഡിനെ ആ ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലും ആ ലിസ്റ്റിൻ്റെ എൻഡിലും എങ്ങനെ ഇൻസേർട്ട് ചെയ്ത് ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനകത്തോട്ട് ഒരു എക്സിസ്റ്റിംഗ് ലിസ്റ്റിൻ്റെ ഒരു സ്പെസിഫൈഡ് ലൊക്കേഷനകത്തോട്ട് എങ്ങനെയാണ് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇത് 3 മെത്തേഡും കൂടെ ആകുമ്പോൾ നമ്മളെ ലിസ്റ്റിൻ്റെ ഫോർമേഷൻ കഴിയും. അപ്പം ഇൻസേർട്ട് ചെയ്യുന്നത് നമ്മൾ ബിഗിനിങ് കണ്ടു, എൻഡും കഴിഞ്ഞു. ഇനി സ്പെസിഫൈഡ് ലൊക്കേഷൻ. അപ്പം നമ്മൾ ഒരു നോഡിലെ ഡാറ്റ റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ അത് ആ ലിസ്റ്റിനകത്തുള്ള ഏത് ലൊക്കേഷനിലാണ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതെന്നും കൂടെ ആ ഒരു ഇൻഫർമേഷനും കൂടെ നമ്മൾ കീബോർഡിൽ നിന്ന് യൂസറിൽ നിന്ന് റീഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ അൽഗോരിതം കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം ഇതാണ്: insert a new node to the specified location m in the singly linked list with n nodes. n nodes ഉള്ള ഒരു സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ mth പൊസിഷനിൽ നമുക്ക് എങ്ങനെയാണ് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. മറ്റതുപോലെ തന്നെയാണ് ക്രിയേറ്റ് 2 pointers of nodes, namely head and new node, and assigns null to the head. Initialize a counter to 0. അത് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എത്ര നോട്ട്സ് ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യാൻ വേണ്ടിയാണ് 0. ദെൻ ക്രിയേറ്റ് എ ന്യൂ നോഡ് ആൻഡ് അസൈൻസ് ടു ദ പോയിൻ്റർ ന്യൂ നോഡ്. ഒരു ന്യൂ നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക, അതിനകത്തോട്ട് ന്യൂ നോഡിനകത്തോട്ട് അസൈൻ ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ 2 പ്രോഗ്രാമിലുള്ളത് തന്നെയാണ്. ഇനിയാണ് നമ്മൾ അൽഗോരിതത്തിലേക്ക് വരുന്നത്. അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ദ ഹെഡ് ഇഫ് ദ ഹെഡ് ഈസ് നൾ. അതും നേരത്തെ പറഞ്ഞ ഇതിൻ്റെ ഫസ്റ്റ് ഇത് തന്നെയാണ്. ഹെഡ് നള്ളാണെങ്കിൽ ആ ന്യൂ നോഡിനെ നമ്മൾ ഹെഡാക്കി മാറ്റുക. അതർവൈസ് ദെൻ ക്രിയേറ്റ് എ ടെമ്പററി നോഡ് പോയിൻ്റർ ആൻഡ് അസൈൻസ് ദ അഡ്രസ് ഓഫ് ഹെഡ് ടു ദിസ്. അത് മറ്റത് തന്നെയാണ്. ഒരു ടെമ്പററി നോഡ് ക്രിയേറ്റ് ചെയ്യുക, നോഡ് ടൈപ്പിലൊരു ടെമ്പററി നോഡ് പോയിൻ്റർ ക്രിയേറ്റ് ചെയ്യുക. ദെൻ അതിനകത്തോട്ട് നമ്മൾ ഹെഡിനെ അസൈൻ ചെയ്യുക. ട്രാവേഴ്സ് ദ ടെമ്പററി നോഡ് പോയിൻ്റർ ടു ദ പ്രീവിയസ് നോഡ് ഓഫ് ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ ദ ലിസ്റ്റ്. നമുക്ക് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനകത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ അത് ട്രാവേഴ്സ് ചെയ്ത് ഒരു സ്പെസിഫൈഡ് ലൊക്കേഷൻ്റെ പ്രീവിയസ് നോഡ് പോയിൻ്റർ വരെ നമുക്ക് പോവുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. അസൈൻസ് ദ അഡ്രസ് ഓഫ് ദ ന്യൂ നോഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ദ ടെമ്പററി നോഡ് ഇഫ് ദ സ്പെസിഫൈഡ് നോഡ് ഈസ് ലാസ്റ്റ് നോഡ്. ഇപ്പം നമ്മൾ സപ്പോസ് ഇതൊരു ലിസ്റ്റാണ്, ആൾറെഡി എക്സിസ്റ്റിംഗ് ലിസ്റ്റാണ്. ഞാനൊരു പുതിയതായിട്ടൊരു നോഡ് കൊണ്ടുവന്നിട്ട് ആ നോഡ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത നോഡിനകത്തോട്ട് ഞാൻ എൻ്റെ സ്പെസിഫൈഡ് പൊസിഷൻ 1 ആണ് കൊടുത്തത്. ഇതിപ്പോൾ ഓൾറെഡി n നോട്ട്സ് ഉണ്ട്. സപ്പോസ് 1 2 3 4 5 നോട്ട്സ് ഉണ്ട്. ഞാൻ പുതിയതായിട്ടൊരു ന്യൂ നോഡ് ക്രിയേറ്റ് ചെയ്തു. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ പൊസിഷൻ ഞാൻ 1 ആണ് കൊടുത്തത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഹെഡ് നള്ളല്ല എങ്കിൽ അതർവൈസ് ക്രിയേറ്റ് എ ടെമ്പററി നോഡ് പോയിൻ്റർ ആൻഡ് അസൈൻസ് ദ അഡ്രസ് ഓഫ് ഹെഡ് ടു ദിസ്. ഇപ്പോൾ ഒരു ടെമ്പററി നോഡ് പോയിൻ്റർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ആ ടെമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സിൽ ടെമ്പിലേക്ക് ഞാൻ ഹെഡിനെ അപ്പോൾ ടെമ്പ് ഇവിടെയാണ് പോയിൻ്റ് ചെയ്യുന്നത്. ദെൻ ട്രാവേഴ്സ് ദ ടെമ്പററി നോഡ് പോയിൻ്റർ ടു ദ പ്രീവിയസ് നോഡ് ഓഫ് ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ ദ ലിസ്റ്റ്. അപ്പോൾ ഇത് നോഡ് പോയിൻ്റർ 1ലാണ് നിൽക്കുന്നത് അല്ലേ, ലിസ്റ്റിൻ്റെ ഫസ്റ്റ് പോയിൻ്ററിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ടെമ്പിനെ ട്രാവേഴ്സ് ചെയ്യുക, ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് നോഡ് വരെ ട്രാവേഴ്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് നോഡ് എന്ന് പറയുന്നത് ഇല്ല, 1ലാണ് നിൽക്കുന്നത്. അപ്പോൾ ടെമ്പററി നോഡ് പോയിൻ്റർ ഇവിടെ തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്.
ടെമ്പററി പോയിൻ്റർ ഇവിടെയാണ് നിൽക്കുന്നത്. ദെൻ അസൈൻസ് ദ അഡ്രസ് ഓഫ് നോഡ്. അപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ അസൈൻസ് ദ അഡ്രസ് ഓഫ് നോഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ദ ടെമ്പററി നോഡ് ഇഫ് ദ സ്പെസിഫൈഡ് നോഡ് ഈസ് ലാസ്റ്റ്. അത് ലാസ്റ്റ് നോഡാണെങ്കിൽ, സപ്പോസ് ഇത് ഞാൻ ട്രാവേഴ്സ് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് നോഡിൻ്റെ പ്രീവിയസ്, അത് ഞാനിപ്പം ഇതിലിപ്പോൾ 5 എണ്ണം ഉണ്ട്, ഞാൻ 6ാമതായിട്ടാണ് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നെക്സ്റ്റ് നോഡെന്ന് പറഞ്ഞാൽ നള്ളാണ്. അതിൻ്റെ പ്രീവിയസ് വരെ, അതായത് ഇവിടം വരെ പോയിട്ട് ഇതിൻ്റെ നെക്സ്റ്റിനകത്തോട്ട് അസൈൻസ് ദ അഡ്രസ് ഓഫ് ന്യൂ നോഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ദ ടെമ്പററി നോഡ് ഇഫ് ദ സ്പെസിഫൈഡ് നോഡ് ഈസ് ലാസ്റ്റ് നോഡ്. ഇപ്പം ഞാൻ ലാസ്റ്റ് നോഡായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഈ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ന്യൂ നോഡായിട്ട് അസൈൻ ചെയ്യുക. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എൽസ് assigns the address of link next of temporary node to the link next of new node and assigns the address of new node to the link next of temporary node. ഇനി സപ്പോസ് ഇത് ഒരു ബിഗിനിങ്ങിലാണെന്ന് വെച്ചാൽ 1ാമത്തെ ലൊക്കേഷനിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ ടെമ്പററി നോഡ് ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റ് ഈ ടെമ്പററിയിലോട്ട് അസൈൻ ചെയ്യുക. ദെൻ ഹെഡിനെ എടുത്ത് ന്യൂ നോഡിലേക്ക് വയ്ക്കുക. മനസ്സിലായി? ഈ ടെമ്പററി, അതായത് നമ്മൾ ഹെഡ് പൊസിഷൻ, നമ്മുടെ പൊസിഷൻ നമ്പർ 1 ആണെങ്കിൽ, പൊസിഷൻ നമ്പർ റീഡ് ചെയ്തിരിക്കുന്നത് 1 ആണെങ്കിൽ നമ്മൾ ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിലേക്ക് ഹെഡ് വയ്ക്കുക. ഹെഡിനെടുത്ത് ന്യൂ നോഡായിട്ടും വയ്ക്കുക. മനസ്സിലായല്ലോ? ഇനി ഇതുമല്ലെങ്കിൽ നമുക്കിടയിലാണ് ഇൻസർട്ട് ചെയ്യേണ്ടത്. അസൈൻസ് ദ അഡ്രസ് ഓഫ് ലിങ്ക് നെക്സ്റ്റ് ഓഫ് ടെമ്പററി നോഡ്. നമ്മൾ ടെമ്പററി നോഡ് ഇപ്പോൾ സപ്പോസ് എമ്മിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ട്രാവേഴ്സ് ചെയ്ത് എമ്മിൻ്റെ തൊട്ട് പ്രീവിയസ് നോഡ് വരെ ഇവിടെ എത്തി. അതാണ് ട്രാവേഴ്സ് ടു ദ പ്രീവിയസ് നോഡ് ഓഫ് ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ ഇൻ ദ ലിസ്റ്റ്. ഇത് ലാസ്റ്റ് നോഡാണെങ്കിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ലാസ്റ്റ് നോഡല്ല എങ്കിൽ അസൈൻസ് ദ അഡ്രസ് ഓഫ് ലിങ്ക് നെക്സ്റ്റ് ഓഫ് ടെമ്പററി നോഡ്. ഞാൻ ടെമ്പററി നോഡ് ഇവിടെയാണ് നിൽക്കുന്നത്, അതിൻ്റെ ലിങ്ക് നെക്സ്റ്റിലേക്ക് assigns the address of link next of temporary node to the link next of new node. അപ്പോൾ ഇവിടുന്ന് ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട്, ഈ ടെമ്പററി നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ന്യൂ നോഡ് അസൈൻ ചെയ്യുക. ദെൻ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റ് ടെമ്പററിയുടെ ലിങ്ക് നെക്സ്റ്റിലോട്ട് അസൈൻ ചെയ്യുക. ഇപ്പം നോർമലി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റ്, ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ന്യൂ നോഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ടെമ്പററി. കാരണം ആക്ച്വലി ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കണക്ഷൻ ആക്കുക. ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ നമ്മൾ ഇതിനിടയിൽ 20ക്കും 30ക്കും ഇടയിൽ ഒരു ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒരു നോഡ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നള്ളായിട്ടാണ് ഇരിക്കുന്നത്. അത് ഇൻഡിപെൻഡൻറ്റ് നോഡാണ്. ഐ വാണ്ട് ടു ഇൻസേർട്ട് ദിസ് 25 ഇൻ ബിറ്റ്വീൻ ദ 20 ആൻഡ് 30. സോ ദ കണക്ഷൻ ഈസ് ഫ്രം 20 to 30. But I want to break this connection and establish a new connection to 20 to 25, then 25 to 30. That is our task. So ഞാൻ ഈ ടെമ്പററി വേരിയബിൾ mth പൊസിഷൻ സപ്പോസ് 1 2 3യിലാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. 3rd പൊസിഷനിലാണ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ 3ൻ്റെ തൊട്ട് പ്രീവിയസ് 2യിലാണ് ഞാൻ നിൽക്കുന്നത്. ടെമ്പ് ഇപ്പം നിൽക്കുന്നത് 2യിലാണ്. ഈ ടെമ്പിൽ നിന്ന് 20യിൽ നിന്ന് 30യിലോട്ട് കണക്ട് ചെയ്യുന്നതിന് പകരം ഞാൻ 25ൽ നിന്ന് 30യിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ 25 ടു ലിങ്ക് നെക്സ്റ്റ് നള്ളാണ് ഇരിക്കുന്നത്. സോ ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 30 ആണ്. സോ ഐ വാണ്ട് ടു എസ്റ്റാബ്ലിഷ് എ കണക്ഷൻ ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ന്യൂ നോഡ് ടു ദ ലിങ്ക് നെക്സ്റ്റ് ഓഫ് ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് എന്ന് 30. അപ്പോൾ 25 ഈ ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിലേക്ക്
ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഈ 30 ഇതിലേക്ക് കണക്റ്റ് ആകും. അതുപോലെ 20 ഇതിലോട്ടും ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ 25 to 30 കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ ബ്രേക്ക് ചെയ്ത് ടെമ്പിൽ നിന്ന് 25ലേക്ക് കൊടുക്കുക. ദിസ് ഈസ് ദ അൽഗോരിതം. മനസ്സിലായില്ല? അതാണ് നമ്മൾ എഴുതിക്കുന്നത്. എൽസ് temp is equal to head, I is equal to 1, I less than m minus 1. നമ്മുടെ പൊസിഷന് തൊട്ട് പ്രീവിയസ് വരെ പോവുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് നോഡാണെങ്കിൽ അഥവാ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ നമ്മളെ പൊസിഷൻ നമ്പർ മാറിപ്പോയി. നമ്മൾ ആകെ 4 എലമെൻറ്റേ ഉള്ളൂ. ഞാൻ അതിനകത്ത് പൊസിഷൻ നമ്പർ 40 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് 40th ലൊക്കേഷനില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞ് 5ാമത്തെ ലൊക്കേഷനകത്തായിട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ m-1 വരെ പോകണം. അതുപോലെ അത് ലാസ്റ്റ് നോഡ് ആയോ എന്നും കൂടെ നോക്കുക. ലാസ്റ്റ് നോഡ് അല്ലെങ്കിൽ മാത്രമേ ഇത് ട്രാവേഴ്സ് ചെയ്ത് പോവുക. ഇൻ കേസ് ലാസ്റ്റ് നോഡ് ആയിപ്പോയി കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് വരിക. അപ്പോൾ ഇത് ഈ ലൂപ്പ് കഴിയുമ്പോൾ നമ്മളെ സ്പെസിഫൈഡ് ലൊക്കേഷൻ എവിടെ ആയാലും അവിടെ ചെന്നിരിക്കും. ഈ ടെമ്പ് നോട്ട് ലിങ്ക് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ, അതായത് ലാസ്റ്റ് നോഡ് അല്ല എങ്കിൽ ന്യൂ നോഡ് ആരോ ടെമ്പ് ആരോ നെക്സ്റ്റ് ന്യൂ നോഡിൻ്റെ നെക്സ്റ്റിനകത്തേക്ക് ടെമ്പിൻ്റെ നെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യുക. നെക്സ്റ്റിന് ലിങ്ക് നെക്സ്റ്റ് ആണ്. നെക്സ്റ്റ് എന്നായിപ്പോയി ലിങ്ക് നെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ ആക്കി, അതായത് ലാസ്റ്റ് നോഡ് അല്ല എങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ദെൻ ടെമ്പ് ലോട്ട് ആരോ ലിങ്ക് നെക്സ്റ്റ് ഈക്വൽ നോഡ്, ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നോഡിലേക്ക്. അത് ആക്ച്വലി ഇങ്ങോട്ടാണ് ഇരുന്നത്, അതിന് നേരെ ഇങ്ങോട്ടാക്കുക. ദിസ് ഈസ് ദ അൽഗോരിതം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു. ഇത് നമുക്ക് എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് നോഡാണെങ്കിൽ നമ്മൾ ന്യൂ നോഡിൻ്റെ ഇതിനകത്തോട്ട് ഫസ്റ്റ് നോഡാണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യുന്ന പൊസിഷൻ ഫസ്റ്റ് നോഡാണെങ്കിൽ വേറൊന്നും നോക്കാനില്ല. ന്യൂ നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ഹെഡ് വയ്ക്കുക. ഹെഡ് ഇസിക്കൽ ന്യൂ നോഡും വയ്ക്കുക. ദെൻ ലാസ്റ്റ് നോഡാണെങ്കിൽ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ന്യൂ നോഡ് വയ്ക്കുക. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഏത് പൊസിഷനാണ് ആ പൊസിഷന് വരെ പോകുക. പോയിട്ട് അത് ലാസ്റ്റ് നോഡാണെന്ന് നോക്കുക. ലാസ്റ്റ് നോഡാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് നെക്സ്റ്റിനോട്ട് വയ്ക്കുക. അല്ല എങ്കിൽ ലാസ്റ്റ് നോഡായ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇവിടെ ലാസ്റ്റ് നോഡ് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ ഇത് ചെയ്യുക, അല്ലെങ്കിൽ ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്ത് ന്യൂ നോഡ് വയ്ക്കുക. അത് ഓട്ടോമാറ്റിക്കലി ഇത് ലാസ്റ്റ് നോഡ് ആയി മാറും. മനസ്സിലായില്ലേ? ഇതാണ് അൽഗോരിതം. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യണമെന്ന് നോക്കാം. ഞാൻ നേരത്തെ ചെയ്ത പ്രോഗ്രാമിനെ തന്നെയാണ് ആൾട്ടർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൽസ് പാർട്ടിനകത്ത് വരുമ്പോൾ ഇഫ് നോഡ് നള്ള ആണെങ്കിൽ അതല്ലെങ്കിൽ പൊസിഷൻ. അപ്പോൾ നമ്മളിവിടെ ഇതിനകത്ത് പൊസിഷൻ കൂടെ റീഡ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളെവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത് പൊസിഷൻ. പ്രിൻ്റ് ഓഫ് %d പൊസിഷന് ഞാൻ പി എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. %p എന്ന വേരിയബിൾ. അപ്പോൾ അത് റീഡ് ചെയ്യാൻ പറയണേ. പി പ്രിൻ്റ് ഓഫ് ഇത് സ്കാനഫ് ആണ്. end of position. പൊസിഷൻ റെഡി ചെയ്യുക. എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യണം. ഇഫ് പി ഇസ് ഈക്വൽ ടു 1, പി ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ല, നമുക്ക് 2 സ്റ്റെപ്പേ ഉള്ളൂ. ന്യൂ നോഡ് ആരോ ലിങ്ക് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ഹെഡ് വയ്ക്കുക. ദെൻ ഹെഡ് ഇസ് ഈക്വൽ ടു ന്യൂ നോഡെന്ന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതും അല്ല എങ്കിൽ അടുത്ത് ചെയ്യുന്നത് നമ്മളിതാണ്. ടെമ്പ് ഇസ് ഈക്വൽ ടു ഹെഡ് വയ്ക്കുക. ദെൻ നമ്മൾ ചെയ്യേണ്ട അൽഗോരിതം പറഞ്ഞിരിക്കുന്ന ട്രാവേഴ്സ് ചെയ്യുക. ഏതാണ്? അപ്പോൾ ട്രാവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പൊസിഷൻ, ഇത് നമ്മൾ നോഡ് കൗണ്ടറാണ്. ഇവിടെ ഞാൻ വേറൊരു വേരിയബിളിലോട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഇൻറ്റ് ഐ ഈസ് ഈക്വൽ ടു 1. ഞാൻ ഫസ്റ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. ദെൻ ഐ
ലെസ് ദാൻ പി. അങ്ങനെ ഞാനിപ്പം i1 നിന്ന് എനിക്ക് രണ്ടാമത്തെ പൊസിഷനിലാണ് വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ i ലെസ് ദാൻ 2 എന്നാണ് വരേണ്ടത്. i ലെസ് ദാൻ 2 എന്ന് പറഞ്ഞാൽ ഐയിൽ തന്നെ നിൽക്കും. ഇപ്പോൾ തേർഡിലാണ് വരണമെങ്കിൽ i ലെസ് ദാൻ 3 എന്ന് പറഞ്ഞാൽ 1ഉം 2ലും പോകും, 3. അപ്പോൾ ലെസ് ദാൻ പി. ഇതാണ് നമ്മുടെ ലൂപ്പ്. ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇഫ് ലാസ്റ്റ് നോഡായി പോയാൽ നോക്കുക. ഇഫ് ടെമ്പ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ, നള്ളാണോ നോക്കുക. ആണെങ്കിൽ ലൂപ്പ് പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല, ബ്രേക്ക് ചെയ്യുക. എൽസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ട്രാവേഴ്സ് ചെയ്യുക. ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ്. ഇവിടെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുക. അപ്പോൾ ട്രാവേഴ്സ് ചെയ്ത് വരുന്ന ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. i ലെസ് ദാൻ പി ആകുമ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. അല്ലെങ്കിൽ ലാസ്റ്റ് നോഡായാലും ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങും. അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇഫ് ടെമ്പ് ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ, അതായത് നമ്മൾ ഇൻ ബിറ്റ്വീൻ ഏതോ രണ്ട് നോഡിനിടയിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണത്, നോട്ട് ഈക്വൽ ടു നൾ, ലാസ്റ്റ് നോഡല്ല എങ്കിൽ നമ്മൾ അൽഗോരിതം പറയുന്നത് ന്യൂ നോഡ്, അതാണ് ലിങ്ക് നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ. ന്യൂ നോഡ് ആരോ ലിങ്ക് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ ലിങ്ക് നെക്സ്റ്റ്. അതാണ് ചെയ്യേണ്ടത്. അപ്പം ന്യൂ നോഡ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ്. ഇതാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ടെമ്പ് ആരോ ലിങ്ക് നെക്സ്റ്റിനെ ഇതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുക. അപ്പം ടെമ്പ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു ന്യൂ നോഡ്. ഇത് നമുക്ക് ലാസ്റ്റ് നോഡിലും ഇൻ ബിറ്റ്വീൻ നോഡിൽ ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മതി. അതുകൊണ്ടാണ് ഈ കണ്ടീഷനിൽ മാത്രം ഇത് എഴുതുകയും അല്ലാതെ ഇത് കോമൺ ആയിട്ട് എഴുതുക. അപ്പോൾ ലാസ്റ്റ് നോഡ് ആയിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ലാസ്റ്റ് നോഡ് ആയിപ്പോയി ബ്രേക്ക് ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ടെമ്പ് ആരോ ന്യൂ നോഡ് ഇസ് ഈക്വൽ ടു നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ നോഡായി മാറും. അതായത് ആ നോഡിനെ ലാസ്റ്റിലേക്ക് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യും. മനസ്സിലായില്ലേ? ദെൻ കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്യുക, അടുത്ത നോഡ് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ന്യൂ നോഡ് ഇൻസേർട്ട് ഇൻ ബിറ്റ്വീൻ പർട്ടിക്കുലർ ഇൻസേർട്ട് അറ്റ് എ പർട്ടിക്കുലർ പൊസിഷൻ ഇൻ ദ ലിസ്റ്റ്. ഇത് നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്ത് കമ്പൈൽ ചെയ്ത് നോക്കാം. അതിനകത്തൊരു സംശയം, i ഇൻക്രിമെൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടില്ല ഇതിനകത്ത്. ദെൻ ഇതിനകത്ത് i അല്ലെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ലൂപ്പിനകത്തോട്ട് പോകും. i പ്ലസ് പ്ലസ് കൊടുക്കണം. ഓക്കെ, പി ഡിഫൈൻ ചെയ്തിട്ടില്ല. കോമ പി. ഓക്കെ, നോട്ട്സ് ഞാനൊരു 6 നോഡ് കൊടുക്കുകയാണ്. ഫസ്റ്റ് നമ്പർ കൊടുത്തു, പൊസിഷൻ ഞാൻ 1, സപ്പോസ് 2 കൊടുത്തു. ദെൻ എൻ്റർ നമ്പർ 5 കൊടുത്തു, ആസ് പൊസിഷൻ നമ്പർ 1 കൊടുത്തു. എൻ്റർ നമ്പർ 20 അല്ല 40 എടുത്തു. അത് ഞാൻ പൊസിഷൻ നമ്പർ 60 കൊടുത്തു. ദെൻ 50 പൊസിഷൻ നമ്പർ 4 കൊടുത്ത്. ദെൻ 60 പൊസിഷൻ നമ്പർ 5 കൊടുത്തു. ദെൻ 70 പൊസിഷൻ നമ്പർ 3 കൊടുത്തു.
ഫസ്റ്റ് സെക്കൻഡ് അല്ല 60 അഞ്ചാമതാണ് കൊടുത്തിരുന്നത്. അതിനിടയിൽ നമ്മൾ വേറെ നമ്പർ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് നെക്സ്റ്റിലേക്ക് പോയി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 10 നമ്മൾ ആദ്യം രണ്ടാമത്തെ പൊസിഷന് കൊടുത്തു, ദെൻ 5 ഒന്നാമത്തെ പൊസിഷനിൽ കൊടുത്തു, അത് വന്നു. ദെൻ 40 എന്ന് പറഞ്ഞാൽ 6th പൊസിഷനിലാണ് കൊടുത്തത്. ഇപ്പോൾ 6th പൊസിഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തത് കൊണ്ട് അത് 3ലേക്ക് ഇൻസേർട്ടായി. ദെൻ 50 4th കൊടുക്കുമ്പോൾ അത് നേരെ 4th വന്നു. ദെൻ 70 ദെൻ 60 5th കൊടുത്തപ്പോൾ അതും ലാസ്റ്റിലേക്ക് വന്നു. 70 3rd വന്നപ്പോൾ അത് ഇൻ ബിറ്റ്വീൻ ഇതിലേക്ക് വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനകത്തേക്ക് നമ്മൾ ഒരു ലിങ്ക് ലിസ്റ്റിനകത്തോട്ട് എലമെൻറ്റ് ആഡ് ചെയ്യുന്നു. ഈ പ്രോഗ്രാം നിങ്ങൾ ചെയ്ത് നോക്കുക, അൽഗോരിതം വെച്ചിട്ട് പ്രോഗ്രാം ചെയ്ത് നോക്കുക, എന്നിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിലീഷനാണ്. ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നിന്ന് എങ്ങനെയാണ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇൻസേർട്ടിന് അതേപോലെ തന്നെയാണ്. ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ് പോലെ ഡിലീറ്റ് ഫ്രം ദ ബിഗിനിങ്, ഡിലീറ്റ് ഫ്രം ദ എൻഡ് നോഡ് ആൻഡ് ഡിലീറ്റ് ഫ്രം ദ സ്പെസിഫൈഡ് ലൊക്കേഷൻ. ഇത് മൂന്നും കൂടെ ചേർന്ന് ഞാൻ ഒറ്റ പ്രോഗ്രാമായിട്ടാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ അൽഗോരിതം ഞാൻ പറയാം. ഇപ്പോൾ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനൊരു ലിസ്റ്റ് ഇരിപ്പുണ്ട്. അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിനകത്ത് 1 2 3 4 5 നോട്ട്സാണുള്ളത്. അതിൽ ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഹെഡ് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. ഈ ഡിലീറ്റഡ് നോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീറ്റഡ് നോഡ് ഈസ് ഹെഡ് ഡോട്ട് ഡാറ്റ. ദെൻ വി മൂവ്ഡ് ദ ഹെഡ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. ദാറ്റ് ഈസ് ഹെഡ് ഈസ് ഈക്വൽ ടു ഹെഡ് ഡോട്ട് നെക്സ്റ്റ് എന്നത് ഹെഡ് ഈസ് മൂവിങ് ടു ദ നെക്സ്റ്റ് ലൊക്കേഷൻ. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി പ്രോബ്ലത്തിലോട്ട് വരില്ല. അപ്പോൾ പിന്നെ ഹെഡ് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ നോഡ് പോയി. ഇങ്ങനെയാണ് ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ടെമ്പററി നോഡിനകത്തോട്ട് ഒരു ടെമ്പററി നോഡിനകത്തോട്ട് നമ്മൾ ഹെഡ് അസൈൻ ചെയ്യുന്നു. ദെൻ ട്രാവേഴ്സ് ചെയ്യുന്നു, ട്രാവേഴ്സ് ടു ദ എൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റിൽ പോകുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് എന്നുള്ള നള്ളാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 40 ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ടെമ്പ് ഡോട്ട് ഡാറ്റ എന്ന് പറഞ്ഞാൽ 40 ഡിലീറ്റ് ആവും. പക്ഷേ ഇനി ഡിലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഈ പ്രീവിയസിനകത്തോട്ട് ഈ ആൾറെഡി ഇങ്ങോട്ടൊരു അലൊക്കേഷൻ കിടക്കുകയാണ്. പക്ഷേ ആക്ച്വലി നമ്മുടെ ലിസ്റ്റിൽ ഇങ്ങനൊരു ലിങ്ക് കിടക്കുന്നത് ഒരിക്കലും, കാരണം ഈ മെമ്മറി അലൊക്കേഷൻ ഒരിക്കലും നമുക്ക് കളയാൻ പറ്റത്തില്ല, അതങ്ങനെ കിടക്കും. അപ്പോൾ നമുക്ക് ആക്ച്വലി വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഒരു ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ലിങ്ക് അങ്ങ് ഡിലീറ്റ് ചെയ്യണം, റിമൂവ് ചെയ്യണം, ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഈ നോഡിലെത്തുമ്പോൾ അതിൻ്റെ പ്രീവിയസ് നോഡോട് നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ 30 20 കൂടെ ഒരു പ്രീവിയസ് നോഡിൽ വേരിയബിളിനകത്തോട്ട് കീപ്പ് ചെയ്ത് വയ്ക്കുക. അതൊരു പോയിൻ്ററാണ്, അതിനകത്തോട്ട് കീപ്പ് ചെയ്ത്. അപ്പോൾ എപ്പോഴും ട്രാവേഴ്സ് ചെയ്ത് കറണ്ട് ടെമ്പറിനോട് ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോൾ ടെമ്പിൻ്റെ പ്രീവിയസ് വേറൊരു വേരിയബിളിനകത്തോട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന നോട് 40 എത്തും. ദെൻ പ്രീവിയസിൻ്റെ നെക്സ്റ്റിനെ എടുത്ത് നള്ളാക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ അങ്ങ് പോകും. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി സ്പെസിഫൈഡ് ലൊക്കേഷൻ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ട്രാവേഴ്സ് ചെയ്ത പോലെ തന്നെയാണ്, നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ നേരത്ത് സ്പെസിഫൈഡ് ലൊക്കേഷനിൽ ട്രാവേഴ്സ് ചെയ്ത പോലെ തന്നെയാണ്. ബിഗിനിൽ നിന്ന് mth ലൊക്കേഷനിലാണ് ഇരിക്കുന്ന ഈ നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും ട്രാവേഴ്സ് ചെയ്ത് ഇവിടെ വരുന്നു. ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നോഡ് ലാസ്റ്റ് നോഡാണെന്ന് നോക്കും. ലാസ്റ്റ് നോഡല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് നോഡിൻ്റെ ലിങ്കിനെടുത്ത് ഇതിൻ്റെ നെക്സ്റ്റിനകത്തോട്ട് വെച്ച് കൊടുക്കും. മനസ്സിലായി? അതായത് വൈൽ ടംബ് ലെങ്സ് നോട്ട് ഈക്വൽ ടു നള്ള്, അതായത് ഇതിൻ്റെ എൻഡ് വരെ പോകുന്നവരെ പോവുക. പ്രീവിയസ് ഈക്വൽ ടു ടെമ്പ് വയ്ക്കുന്ന ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ഡോട്ട് നെക്സ്റ്റ്, അത് ഇങ്ങനെ ട്രാവേഴ്സ് ചെയ്യുന്നു. ദെൻ പ്രീവിയസ് നോട്ട് ആരോ ലിങ്ക് നെക്സ്റ്റ്, ഇതിൽ നിന്നുള്ള ലിങ്ക് നെക്സ്റ്റ് ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് വെക്കുന്നു. അപ്പോൾ ടെമ്പ് ഇവിടെയാണ് നിൽക്കുന്നത്, ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് ഇവിടെയാണ്, നമ്മൾ ഇവിടെയാണ് വന്നത്. ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് ഇതാണ്. പ്രീവിയസിൻ്റെ ലിങ്ക് നെക്സ്റ്റിനകത്തോട്ട് ടെമ്പിൻ്റെ ലിങ്ക് നെക്സ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഈ 30 നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എസ്റ്റാബ്ലിഷ് എ ന്യൂ കണക്ഷൻ ഫ്രം 20 to 55. ദാറ്റ് ഈസ് എ മെത്തേഡ് ടു റിമൂവ് ആൻ ഇൻ്റർമീഡിയറ്റ് എലമെൻറ്റ് ഇൻ എ ലിസ്റ്റ്. ഓക്കെ, ഇത് നമുക്ക് പ്രോഗ്രാം ചെയ്ത് നോക്കാം.
ഓക്കെ, ആ സെയിം പ്രോഗ്രാമിന് തന്നെ ഞാൻ മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഇത് ലാസ്റ്റ് വരെ നമ്മൾ ഇൻസേർഷനാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ആദ്യം ഞാൻ ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഹെഡ് എപ്പോഴും ആ ലിസ്റ്റിൻ്റെ ബിഗിനിങ്ങിലിരിപ്പുണ്ട്. ഞാൻ ആ ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നതാണ് വരുന്നത്. ഇഫ് ഹെഡ് നോട്ട് ഈക്വൽ ടു നൾ ആണെങ്കിൽ printf ഏത് നോഡാണ് ഡിലീറ്റ് ചെയ്യുന്നതാണ്. %d ഡിലീറ്റഡ്. ആ നോഡിനെ ഡിലീറ്റ് ചെയ്യുന്നു. ഏതാണ് ഹെഡിൻ്റെ ഡാറ്റയാണ് നമ്മളവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഹെഡ് ആരോ ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ആവും. ദെൻ ഹെഡ് ഇസ് ഈക്വൽ ടു ഹെഡ് ആരോ നെക്സ്റ്റ്. ഹെഡ് മൂവ് ചെയ്ത് നെക്സ്റ്റിലേക്ക് പോകും. അപ്പോൾ ഫസ്റ്റ് നോഡ് ഡിലീറ്റ് ആവും. ഇനി നമുക്ക് ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യണം. എങ്ങനെ നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ അൽഗോരിതം പറഞ്ഞു, ഒരു ടെമ്പററി വേരിയബിൾ പ്രീവിയസിനകത്തോട്ട് നമ്മൾ ഇതിൻ്റെ ഡാറ്റ ഇത് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്ത് ട്രാവേഴ്സ് ചെയ്ത് പോവുക. മനസ്സിലായി? ഇങ്ങനെ പ്രീവിയസ് നെക്സ്റ്റ് നള്ളിനകത്തോട്ട് പോവുക. മനസ്സിലായി? നെക്സ്റ്റ് വരെ. അപ്പോൾ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ എപ്പോഴും ലാസ്റ്റ് നോഡ് എത്തുന്നതിന് മുന്നേ ഉള്ള നോഡ് പ്രീവിയസിനകത്തുണ്ടായിരിക്കും. മനസ്സിലായി? നമ്മൾ നിൽക്കുന്ന ടെമ്പിലായിരിക്കും. ടെമ്പിൻ്റെ ഈ ഡാറ്റ അങ്ങ് പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഞാൻ നോഡ് സ്റ്റാർ ടെമ്പ് സ്റ്റാർ പ്രീവിയസിന് രണ്ടെണ്ണം ഡിക്ലെയർ ചെയ്തു. ടെമ്പ് ഇസ് ഈക്വൽ ടു ഹെഡ് കൊടുത്തു. വൈൽ ടെമ്പ് ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നള്ളിന് ഇത് തന്നെ കൊടുത്താൽ മതി. ഇവിടെ വന്നിട്ട് നോട്ട് ഈക്വൽ ലാസ്റ്റ് നോഡ് വരെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഞാനിവിടെ പ്രീവിയസിനകത്തോട്ട് ടെമ്പിനെ വയ്ക്കുന്നു. ദെൻ ടെമ്പ് നെക്സ്റ്റിലേക്ക് പോകുന്നു. ടെമ്പ് ആരോ നെക്സ്റ്റ് ട്രാവേഴ്സ് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ലാസ്റ്റ് നോഡിലായിരിക്കും ഇരിക്കുന്നത്. അവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്യാണ്. %d ഡിലീറ്റ്. ഡാറ്റ ലാസ്റ്റ് നോഡിന് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന നോഡിന് നമ്മളങ്ങ് പ്രിൻ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പ്രീവിയസ് നോഡിൽ നിന്ന് എൻ്റെ നെക്സ്റ്റിനകത്തോട്ട് നമ്മൾ ടെമ്പാണ് നിൽക്കുന്നത്, അതിന് തന്നെ നള്ളാക്കി മാറ്റുക. പ്രീവിയസ് ആരോ നെക്സ്റ്റ് ഈക്വൽ ടു നൾ. അതാണ് നമ്മൾ അൽഗോരിതത്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമ്മളങ്ങ് പ്രിൻ്റ് ചെയ്യുക. ഡിസ്പ്ലേ ഹെഡ് കൊടുക്കുക. ഓരോ ഡിലീഷൻ കഴിയുന്നതോടും ബാക്കിയുള്ള ലിസ്റ്റ് പ്രിൻ്റ് ചെയ്യുക. ഇവിടെയും ഒരു ഡിലീഷൻ കഴിഞ്ഞു. ഞാനിവിടെ അത് കഴിയുമ്പോൾ പ്രിൻ്റ് ചെയ്യാൻ പറയുന്നു. ഡിസ്പ്ലേ ഹെഡ്. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് നോഡ് വരാൻ പാടില്ല. ആദ്യം കഴിയുമ്പോൾ ഫസ്റ്റ് നോഡ് വരാൻ പാടില്ല. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പൊസിഷനിലുള്ള ഇപ്പോൾ ലിസ്റ്റ് ചെയ്യും, ബാക്കിയുള്ള ലിസ്റ്റ് കാണിക്കും. അതിനകത്തുള്ള ഏതെങ്കിലും പർട്ടിക്കുലർ പൊസിഷനിലുള്ള ഡാറ്റ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പ്രിൻ്റ് എൻ്റർ പൊസിഷൻ ടു ഡിലീറ്റ്. അത് സ്കാൻ ചെയ്യുക. സ്കാൻ ഓഫ് %d, %p സ്കാൻ ചെയ്തു. ഇനി ഞാൻ ഇൻസർട്ടിൻ്റെ അതേ മെത്തേഡിൽ ട്രാവേഴ്സ് ചെയ്യാൻ.
അപ്പോൾ ഞാനിവിടെ ഒരു ഐ എന്നുള്ള വേരിയബിൾ ആൾറെഡി ഉണ്ട്, അതിനകത്തുണ്ടെന്ന് തോന്നുന്നു, ഉണ്ടായിരിക്കും. ഞാൻ ഐ എന്ന് പറയുന്ന വേരിയബിളിനെ 1 ആക്കി വയ്ക്കുന്നു. വൈൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്യുമ്പോൾ ഒന്നുകിൽ ട്രാവേഴ്സ് ചെയ്ത് ഇവിടം വരെ വരിക, അല്ലെങ്കിൽ ട്രാവേഴ്സ് ചെയ്ത് ഇവിടം വരെ വരിക. നമുക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. നമുക്ക് പ്രീവിയസ് എന്നുള്ളൊരു വേരിയബിൾ നമുക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്ത് ഇവിടം വരെ വരിക. ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റിലിരിക്കുന്ന ഡാറ്റ ഇതിനെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എമ്മിൽ പോകണമെങ്കിൽ എമ്മിൻ്റെ തൊട്ട് പ്രീവിയസ് വരെ പോവുക. പ്രീവിയസ് വരെ പോയിട്ട് അതിൽ നിന്ന് അതിൻ്റെ നെക്സ്റ്റിലിരിക്കുന്ന ഡാറ്റ പ്രിൻ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ വരെ ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ റിമൈനിങ് എലമെൻറ്റിൽ നമ്മൾ വൈൽ ഐ ലെസ് ദാൻ, അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. നമ്മൾ റിമൈനിങ് ലിസ്റ്റിലെ ഫസ്റ്റ് നോഡാണോ ഡിലീറ്റ് ചെയ്യണമെന്ന് നോക്കുക. ഇഫ് പി ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് printf %d ഡിലീറ്റഡ്, അതായത് ബാക്കിയുള്ള ലിസ്റ്റിലെ ഫസ്റ്റ് എലമെൻ്റ് ആണോ ഡിലീറ്റ് ചെയ്ത് പോകണമെന്ന് നോക്കുക. കോമ ഹെഡ് ആരോ ഡാറ്റ. ഫസ്റ്റ് എലമെൻറ്റിന് ഇതാണ് മെത്തേഡ്. ഹെഡ് ഇസ് ഈക്വൽ ടു ഹെഡ് ആരോ നെക്സ്റ്റ്. അതല്ല എങ്കിൽ ഇവിടെയാണ് നമ്മൾ ഐ ഈസ് ഈക്വൽ ടു 1 വയ്ക്കുക. വൈൽ ഐ ലെസ് ദാൻ p-1 വരെ പോവുക. ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ടെമ്പററിക്കകത്തോട്ട് ഇത് വയ്ക്കുക. ടെമ്പ് ഇസ് ഈക്വൽ ടു ഹെഡ് വയ്ക്കുക. ടെമ്പാണ് ട്രാവേഴ്സ് ചെയ്ത് പോകേണ്ടത്. ഈ ട്രാവേഴ്സ് ചെയ്ത് പോകുമ്പോൾ അറിയാതെ ഇത് ലാസ്റ്റ് നോഡ് എത്തിയോ എന്ന് നോക്കണം. ഇഫ് ടെമ്പ് ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നള്ളാണോ, ലാസ്റ്റ് നോഡാണോ എന്ന് നോക്കുക. ആണെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യണം, ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങണം. അതല്ല എങ്കിലാണ് നമ്മൾ ബാക്കി ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവേഴ്സ് ചെയ്യുക. ടെമ്പ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ് ആണ് നമ്മളെ ട്രാവേഴ്സൽ. ദെൻ ഐ ഇൻക്രിമെൻ്റ് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എയ്തർ ദ നോഡ് ഈസ് മേ ബി ദ ലാസ്റ്റ് നോഡ് ഓർ ആൻ ഇൻ്റർമീഡിയറ്റ് നോഡ്. അപ്പോൾ ലാസ്റ്റ് നോഡാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇഫ് ടെമ്പ് ആരോ നെക്സ്റ്റ് നോട്ട് ഈക്വൽ ടു നൾ ആണെന്ന് നോക്കുക. നോട്ട് ഈക്വൽ ടു നള്ളാണെന്ന് നോക്കുക. നോട്ട് ഈക്വൽ ടു നള്ളാണെങ്കിൽ, അതായത് ഈ ഇൻ്റർമീഡിയറ്റ് നോഡാണ്. ഇൻ്റർമീഡിയറ്റ് നോഡാണെങ്കിൽ നമ്മൾ അതിനെ അങ്ങ് പ്രിൻ്റ് ചെയ്യണം. printf %d ഡിലീറ്റഡ്. നമുക്കറിയാം നമ്മൾ നിൽക്കുന്നത് ഡിലീറ്റ് ചെയ്യേണ്ട നോഡിൻ്റെ തൊട്ട് പ്രീവിയസ് നോഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിലീറ്റിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞാൽ ടെമ്പ് ആരോ നെക്സ്റ്റ് ആരോ ഡാറ്റ, അതാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇൻ്റർമീഡിയറ്റ് നോഡാണെങ്കിൽ. അതാണ് ഡിലീറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടതിന് ടെമ്പ് ആരോ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു ടെമ്പ് ആരോ നെക്സ്റ്റ് ആരോ നെക്സ്റ്റ്. അപ്പോൾ അടുത്തതിലേക്ക് കണക്ഷൻ അങ്ങ് പോകും. ഓക്കെ, ഇത് നമുക്കൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. equal to 7589. So temp equal to 89. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. 5 നോട്ട്സ് 10 പൊസിഷൻ
1 20 പൊസിഷൻ 2 33 44 55. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 20 30 40 50 ഇതാണ് നമ്മുടെ ആക്ച്വൽ ലിസ്റ്റ്. ദെൻ ഫസ്റ്റ് നോഡ് ഡിലീറ്റഡ്, ബാക്കി റിമൈനിങ് 20 30 40 50. ദെൻ ലാസ്റ്റ് നോഡ് ഡിലീറ്റഡ്, ബാക്കി 20 30 40. ഇനി അതിന് പൊസിഷൻ നമ്പർ 2 കൊടുത്തു നോക്കുക, 30 ഡിലീറ്റഡ്. ഓക്കെ, ഇനി അതിന് ബാക്കി പ്രിൻ്റ് ചെയ്യാനുള്ളതും കൂടെ എഴുതിയിട്ടില്ല, ഡിസ്പ്ലേ അതും കൂടെ കൊടുക്കുക. ഇൻ്റർമീഡിയറ്റ് നോഡ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പ്രിൻ്റ് ചെയ്യാനാണ്. നമ്പർ ചെയ്തൊന്ന് റൺ ചെയ്യാം. 5 10 20 40 55. ഓക്കെ, ഞാൻ സെക്കൻഡ് ഡിലീറ്റ് ചെയ്യാൻ, ബാക്കി 30 ഡിലീറ്റഡ്, ബാക്കി 20 40. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്, ഡിലീഷൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇത് ഇത്രയാകുമ്പോൾ നമ്മൾ സിംഗിളി ലിങ്ക്ഡ് ലിസ്റ്റ് എന്നുള്ള പ്രോഗ്രാം കഴിഞ്ഞു. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെൻ്റ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.